അദൃശ്യ ലോകത്ത് ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ മനുഷ്യരെ പോലെ തന്നെ ഉത്തരവാദിത്വങ്ങളുള്ള, നമുക്കങ്ങോട്ട് കാണാൻ കഴിയാതെ അവർ നമ്മെ ഇങ്ങോട്ട് കാണുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ ഒരുപിടി ആയത്തുകളിൽ അള്ളാഹു വളരെ വിശദമായി പറയുകയും ഒരു സൂറ തന്നെ അവരുടെ പേരിൽ നിശ്ചയിക്കുകയും ചെയ്ത് സൂറത്തുൽ ജിന്ന്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനം ലോകമനുഷ്യർക്ക് ഉള്ള പോലെ ലോകത്തെ ജിന്നുവർഗത്തിനും നബിതങ്ങൾ നബിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സൂചനകളിലും നബിതങ്ങളുടെ ഹദീസുകളിൽ വ്യക്തമായും നമുക്ക് കാണാൻ കഴിയും. പരിചയപ്പെടാം നമുക്ക് ജിന്നുകളുടെ ലോകം എന്ന ശീർഷകത്തിലാണ് ഇന്നത്തെ ചർച്ച നമ്മൾ ആരംഭിക്കുന്നത്. സത്യവിശ്വാസികൾ മനുഷ്യൻ്റെ സെൻസറി ഫാക്കൽറ്റികൾക്ക് പരിമിതികളുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്, മനസ്സിലാക്കിയവരാണ്. എന്നാ പിന്നെ നിങ്ങൾ പറയില്ല, സംഘാടകരുടെ അടുത്ത് വന്ന പ്രശ്നമാണ്. അപ്പോ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. മൈക്ക് നന്നായിട്ട് ഉഷാറാക്കണം നമ്മൾ സംഘാടകരോട് പറയാറുണ്ട്. കൃത്യമായി നമ്മളൊരളവ് പറഞ്ഞിരുന്നു. അത് അത്ര ചെയ്യാത്തത് കൊണ്ടുള്ളൊരു പ്രയാസം അനുഭവിക്കും. ഇനിയിപ്പോൾ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെന്ത് ചെയ്യുക, ആ ഉള്ളത് വെച്ച് ഉരുട്ടുകയാണ്. നമ്മൾ കൃത്യമായും പരിപാടിക്ക് കോണ്ടാക്ട് ചെയ്യുമ്പോഴേ മൻസൂർ ഉദവിയോ എൻ്റെ സുഹൃത്തുക്കളോ കൃത്യമായിട്ട് പറയാതെ ഇത്ര നിങ്ങൾ ആംപ്ലിഫയർ കൊടുക്കണം, ഇത്ര ബാക്ക് വോയിസ് കൊടുക്കണം, അതിൽ കുറഞ്ഞാൽ എനിക്ക് പറയാൻ പ്രയാസമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ പറഞ്ഞതിൽ ഒരു 60% കുറവിലാണ് ഇപ്പോൾ ഓടുന്നത്. അതുകൊണ്ട് ഞാൻ ആരെയും കുറ്റം പറയല്ല. മേലിൽ എന്തെങ്കിലും ഇതുപോലെ പരിപാടിയൊക്കെ നടക്കുമ്പോഴേ ആ കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഒരൊന്നല്ല, നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ വീണ് കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പോൾ ആ ഒരു നല്ലൊരു അവസരം ഭംഗിയായിട്ട് പറയാൻ കഴിയാതെ ആകുമ്പോൾ എനിക്കും സങ്കടമാകും, നിങ്ങൾക്കും വിഷമാവും. നമ്മളെപ്പോഴെങ്കിലും 2-3 വർഷമൊക്കെയായി കണ്ണൂർ ജില്ലയിലൊക്കെ വന്നിട്ട്. അപ്പോൾ ഈ സൗണ്ട് എനിക്ക് പ്രയാസം ആവുന്നുണ്ട്. സാരമില്ല, ഇൻഷാ അല്ലാഹ്. അത് മേലിൽ ഏതെങ്കിലും സംഘാടകരൊക്കെ കേൾക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി പറയാണ്. കൃത്യമായും നമ്മൾ പറയാറുണ്ട് ഇത്ര ചെയ്യണമെന്ന്. അത് കൃത്യമായിട്ട് ചെയ്യുക. അതില്ലെങ്കിൽ നമുക്കത് പ്രയാസമാവുന്നത് കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ്, സാരമില്ല. അപ്പോൾ വിശുദ്ധ ഖുർആൻ അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. തഖ്വയുള്ള ആളുകൾക്ക്, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് മാർഗദർശനമാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുകയാണ്. അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. മറഞ്ഞുകിടക്കുന്ന വിഷയങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. യുക്തിവാദികൾക്ക് ഒരുപക്ഷെ അത് സാധിച്ചില്ലെന്ന് വരും. മറഞ്ഞുകിടക്കുന്ന വിഷയങ്ങൾ, മനുഷ്യൻ അള്ളാഹു നൽകുന്ന സെൻസുകളുണ്ട്. കാഴ്ചയും കേൾവിയും മനുഷ്യൻ്റെ സ്പർശനവും സ്മെല്ല് ചെയ്ത് നോക്കുന്നതും മനുഷ്യൻ്റെ നാവ് കൊണ്ട് രുചിച്ചു നോക്കുന്നതടക്കമുള്ള മനുഷ്യൻ്റെ സെൻസറി ഫാക്കൽറ്റി എന്ന് പറയുന്നത്. അതിനതീതമായി മനുഷ്യന് ഇലാഹിയായ അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും സ്വലവാത്തു റബ്ബി വസലാമുഹു അലൈഹി അവർ
പ്പെടാം നമുക്ക് ജിന്നുകളുടെ ലോകം എന്ന ശീർഷകത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സർവശക്തനായ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സാധാരണ ജിന്നുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പിശാചുക്കൾ എന്ന് പറയുന്നത്, ജിന്നുകളിലെ ഇഫ്രീത്ത് എന്ന് പറയുന്ന വിഭാഗം, മലക്കുകളെ നമ്മൾ സൗന്ദര്യമുള്ളവരാണെന്ന് മനസ്സിലാക്കുന്ന പോലെ പിശാചുക്കൾ ഭീകരമായ പേടിപ്പെടുത്തുന്ന രൂപമുള്ളവരാണെന്ന് മനുഷ്യരുടെ അൺകോൺഷ്യസ് മൈൻഡിൽ പോലും നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ചിന്തയാണ്. ആരും കണ്ടതുകൊണ്ടല്ല, അവരുടെ ശരിയായ രൂപത്തിൽ ഒരാൾക്കും അവരെ കാണാൻ കഴിയില്ലെന്നാണ് ശറഇന്റെ കാഴ്ചപ്പാട്. അവരേതെങ്കിലും ഒരു രൂപം മാറി വന്നാൽ കാണുക എന്നതൊഴിച്ച് അവരുടെ ശരിയായ രൂപത്തിൽ അവരെ കാണാൻ കഴിയില്ല. പക്ഷേ മനുഷ്യരുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ട്, അള്ളാഹുവിൻ്റെ മലക്കുകൾ സൗന്ദര്യമുള്ളവരാണെന്നാ പറയാ. സ്വഹാബികളിൽ സൗന്ദര്യമുള്ള സ്വഹാബിയായിരുന്നു യൂസുഫ് സ്വഹാബ. സ്വഹാബകളിലെ യൂസുഫ് നബിയാണ് എന്ന് പറയപ്പെടുന്ന സ്വഹാബിയാണ് ജരീർ ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു. ജരീർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ അല്ലാഹു നേരം വെളുക്കുന്നവരെ അല്ലാഹുവിൻ്റെ റസൂലിനെ ഞങ്ങൾ അന്വേഷിച്ചു നടന്നു. ഫവജദ്നാ, ഞങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലിനെ കണ്ടുമുട്ടി. ഖദ് അതാ മിൻ നഹ്വി ഗാരി ഹിറാ, ഹിറാ ഗുഹയുടെ ഭാഗത്തു നിന്നും അല്ലാഹുവിൻ്റെ റസൂൽ വരുന്നുണ്ട്. ഫഖുൽനാ, ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഐന കുൻത, അങ്ങ് എവിടെയായിരുന്നു? ഖാല ലഖീതുൽ ജിന്ന്, ഞാൻ ജിന്നുകളെ കണ്ടുമുട്ടി. വഖറഅതു അലൈഹിമുൽ ഖുർആൻ, ഞാൻ അവർക്ക് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു കൊടുത്തു. വസഅലൂനി അസ്സാദ്, അവരെന്നോട് അവർക്കൊരു പ്രത്യേകമായ ഭക്ഷണം ഞാൻ നിർണയിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. ഫഅതൈതുഹും, ഞാൻ അവർക്കൊരു ഭക്ഷണം നിർണയിച്ചു കൊടുത്തു. ലക്കും കുല്ലു അൽമിൻ ഔഫറ മാ യകൂനു തുആമൻ ലക്കും വലക്കും കുല്ലു ബഅറത്തിൻ ഔഫറ മാ തകൂനു തുആമൻ ലിദവാബിക്കും. കന്നുകാലികളുടെ കാഷ്ടം അത് നിങ്ങളുടെ മൃഗങ്ങൾക്ക് ഭക്ഷണമായും എല്ലുകൾ നിങ്ങൾക്ക് ഭക്ഷണമായും ഞാൻ നിർണയിച്ചു തരുന്നു എന്ന് പറഞ്ഞ് ജിന്നുകൾക്കും അവരുടെ മൃഗങ്ങൾക്കുമുള്ള ഭക്ഷണം ഞാൻ നിർണയിച്ചു കൊടുത്തു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളുടെ ജീവിതത്തിൽ ജിന്നുകളുമായി നബി തങ്ങൾ സംബന്ധിച്ചത്, തങ്ങളുടെ അനുഭവം ഉണ്ടായത് രണ്ടെണ്ണമാണെന്നാണ് പ്രധാനമായും. അതിലൊന്ന് ഇതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു അനുഭവത്തിലാണ് ജിന്നുകൾക്ക് വിശുദ്ധ ഖുർആൻ തങ്ങൾ പാരായണം ചെയ്തു കൊടുക്കുന്നതും ജിന്നുകൾ ഹബീബിനോട് ചോദ്യം ചോദിക്കുകയും അതിന് മറുപടി കൊടുക്കുകയും ചെയ്തത്. അവർക്ക് ഭക്ഷണം വേണം. അതുകൊണ്ടാണ് എല്ലുകൾ, ഉണങ്ങിയ എല്ലുകൾ മരുഭൂമിയിലോ മറ്റോ കാണപ്പെടുന്നത് കൊണ്ട് മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ വൃത്തിയാക്കാൻ അത് ഉപയോഗിക്കരുത്. ജിന്നുകളിലെ നിങ്ങളുടെ സഹോദരന്മാരുടെ ഭക്ഷണമാണത്, അത് അഴുക്കാക്കരുത് എന്ന് നബി തങ്ങൾ പറയാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് മൃഗങ്ങളുണ്ട്, ആടുമാടുകൾ നമുക്കുള്ള പോലെ ജിന്നുകളുടെ ലോകത്ത് അവർക്കും മൃഗങ്ങളുണ്ടെന്നാണ് ആ ഹദീസിന്റെ ഉത്സാരം. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണത്. ആ ജീവികൾക്കുള്ള ഭക്ഷണമാണ് ബഅറത്ത്, കന്നുകാലികളുടെ ഒട്ടകത്തിൻ്റെയൊക്കെ കാഷ്ടം ഉണങ്ങിയത് ജിന്നുകളുടെ മൃഗങ്ങളുടെ ഭക്ഷണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർണയിച്ചു കൊടുത്തതാണ്. ഇതാണ് ഹബീബിൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തേത്. രണ്ടാമത്തെ സംഭവം, മുത്തുനബി തങ്ങൾ ത്വായിഫിൽ നിന്ന് മടങ്ങി വരികയാണ്. ത്വായിഫിലേക്ക് പോകുന്ന സംഭവവും അവിടുന്ന് തങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വായിഫിലേക്ക് ചെല്ലുന്നു. ത്വായിഫിൻ്റെ മലമടക്കുകളെ ഹബീബായ നബി തങ്ങൾ കയറി ഇറങ്ങുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
11 തവണ വധിക്കാൻ ശ്രമിച്ച മക്കക്കാരിൽ നിന്ന് രക്ഷ തേടി ത്വായിഫിലെങ്ങാനും ഹബീബിൻ്റെ ബന്ധുക്കളുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരാരെങ്കിലും ഹബീബിന് അഭയം കൊടുക്കുമോ എന്ന് വിചാരിച്ച് ത്വായിഫിലേക്ക് കയറി ചെന്നതായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രത്തിലേക്ക് വിശദമായി പോകേണ്ടതില്ല, നമുക്കറിയുന്ന ചരിത്രമാണ്. ത്വായിഫിലെ ഹാജിസ എന്ന് പറയുന്ന മലമടക്കുകൾ, മനുഷ്യർക്ക് കയറാൻ പ്രയാസമുള്ള മലമടക്കുകൾ, ആരാരും കൂടെയില്ലാതെ, ഒരു വടി പോലും കുത്തിപ്പിടിക്കാനില്ലാതെ, അള്ളാഹുവിൻ്റെ തവക്കുലല്ലാതെ, മനസ്സിലുള്ള അപാരമായ ഈമാനല്ലാതെ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ മറ്റൊന്നുമില്ല. ഹാജിസ മലമടക്കുകൾ കടന്ന് ത്വായിഫിലെത്തിയിട്ട് ഇന്നി റസൂലുൻ ലക്കും ബൈന യദൈ അദാബിൻ ശദീദ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹു തുഫ്ലിഹൂ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയത്തിലേക്ക് വരണേ, അള്ളാഹുവിൻ്റെ ഏകത്വം വിശ്വസിക്കണമേ, നിങ്ങൾക്ക് അള്ളാഹു വിജയം തരും എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതിൽ ഹബീബായ നബി തങ്ങളോട് പലരും ചോദിച്ചു, പ്രവാചകനായി മറ്റാരെയും അള്ളാഹുവിന് കിട്ടിയില്ലയോ? നിങ്ങൾ പ്രവാചകനാണെങ്കിൽ കഅബാലയത്തിൻ്റെ ചുറ്റും കഅബയെ പുതപ്പിച്ച കഅബയുടെ സിത്റുകൾ, അസ്താറുകൾ ഞാൻ പിടിച്ച് ഞങ്ങൾ വലിച്ചു ചീന്തിക്കളയും. അല്ലാഹുവിൻ്റെ റസൂലിനോട് കർക്കശമായി പെരുമാറിയിരുന്നെങ്കിൽ അത് മാത്രമാകുമായിരുന്നു. പക്ഷേ അവിടുത്തെ പിഞ്ചു മക്കളെ പറഞ്ഞയച്ച് ഹബീബായ നബി തങ്ങളെ ഭ്രാന്തന്മാരെ ഇറക്കിവിട്ട് എറിയാൻ പറഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാലിൽ നിന്ന് ചോര ഉറ്റി വീണ ആ ഒരു വരവിൽ നിബിതങ്ങൾ മക്കയുടെ വഴിയിലേക്ക് തിരിഞ്ഞു നടക്കുകയാണ്. വാദി നഖല വരെ, വാദി നഖലയിലെത്തിയിരിക്കുകയാണ്. രാത്രിയാകുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ നിശബ്ദമായ രാത്രിയിൽ വുദൂ എടുത്ത് നിസ്കരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക്, ഹയ്യും ഖയ്യൂമുമായ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് മലയിറങ്ങുമ്പോൾ ഹബീബിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുവേ കാരുണ്യവാനേ, ഇലാ മൻ തകിലുനി അം ഇലാ ജബ്ബാരിൻ യതജഹമുനി, അല്ലാഹുവേ നീ എന്നെ കൈവിടിഞ്ഞുവോ? നീ ആരെയാണ് എൻ്റെ അധികാരം ഏൽപ്പിക്കുന്നത്? അല്ലാഹുവേ ഇല്ലം യകും ബിക ഗളബുൻ ഫലാ ഉബാലി, നിന്റെ കോപം എന്നോടില്ലെങ്കിൽ എനിക്ക് പ്രശ്നമല്ല. അഊദു ബിനൂരി വജ്ഹികല്ലദീ അശ്റഖത് ലഹുൽ ളുലുമാത് വസലുഹ അലൈഹി അംറുദ് ദുനിയാ വൽ ആഖിറ അയ്യഹുല്ല അലയ്യ ഗളബുക, പടച്ചവനെ നിന്റെ കോപം എനിക്കില്ലെങ്കിൽ, നീ എന്നോട് കുപിതനല്ലെങ്കിൽ, നീ എന്നോട് ദേഷ്യപ്പെട്ടില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല റബ്ബേ എന്ന് പറഞ്ഞ് ഹബീബിൻ്റെ പ്രാർത്ഥനയുണ്ട്. യാ റബ്ബൽ മുസ്തദ്അഫീൻ, നിരാലംബരായ ആളുകളുടെ ഉടമസ്ഥനെ, പാവപ്പെട്ടവർക്ക് കൂടെയുള്ളവനെ, പ്രശ്നങ്ങളിൽ കുടുങ്ങിയവരെ കരകയറ്റുന്നവനെ, സർവശക്തനെ എന്ന് പറഞ്ഞ അള്ളാഹുവിനോട് ദുആ ചെയ്ത് ഹബീബായ നബി തങ്ങൾ വാദി നാദി നഖല വരെ നടക്കുകയാണ്. ആ നടത്തം കഴിഞ്ഞ് തളർന്നിരിക്കുന്ന ഹബീബ് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്. ആ നിസ്കാരത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം ഹബീബായ നബി തങ്ങൾ ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുറ്റും ഇറാഖിലെ നാസുബീനിൽ നിന്ന് വരുന്ന ഒരു കൂട്ടം ജിന്നുകളുണ്ട്. ചരിത്രം അങ്ങനെയാണ്. ഹബീബുന റസൂലുള്ളാഹി തങ്ങളെ അള്ളാഹു നബിയായി പറഞ്ഞയച്ചതിൽ പിന്നെ പൈശാചികമായ ഉപദ്രവങ്ങൾ ചെയ്യുന്നവർക്ക് അവരുടെ ഉപദ്രവങ്ങൾ ചെയ്യാൻ കഴിയാതെയാവുകയും ആകാശലോകത്ത് നിന്ന് മാലാഖമാർ മനുഷ്യരുടെ ഖദറുകൾ, മനുഷ്യരുടെ റിസ്ഖുകൾ, മനുഷ്യർക്ക് സംഭവിക്കാൻ പോകുന്ന വിവരങ്ങൾ അല്ലാഹുവിൻ്റെ അസലിയായ ഇൽമിൽ നിന്നും രേഖപ്പെടുത്തുന്നത് കേൾക്കുകയും ഭൂമിയിലെ ജ്യോത്സ്യന്മാരോട് വന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്ന പിശാചുക്കൾക്ക് ആകാശലോകത്തേക്ക് കയറിപ്പോകാൻ കഴിയാതെ വന്നതിൽ പിന്നെ എന്താണ് സംഭവിച്ചതെന്ന അവര് ആകമാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. എന്താണ് സംഭവിച്ചത്? ആകാശലോകത്ത് നിന്ന് കേൾക്കാൻ കഴിയുന്നില്ലല്ലോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നൽ ജിന്ന മുനിഉ മിനൽ ഇസ്തിമാഇ ഇലസ്സമാ, ആകാശലോകത്ത് നിന്ന് കട്ട് കേൾക്കുന്ന പരിപാടി ജിന്നുകൾക്ക് നഷ്ടമാകുന്നു ഖുർആൻ ഇറങ്ങിയതിൽ പിന്നെ. പക്ഷെ അവർക്ക് കാരണം മനസ്സിലാവുന്നില്ല. വമൻ യസ്തമിഇല്ലാന യജിദ് ലഹു ശിഹാബർ റസദാ, ആരെങ്കിലും കട്ട് കേൾക്കുകയാണെങ്കിൽ അവർക്ക് അതിശക്തമായ കൊള്ളിമീൻ കൊണ്ട് എറിയൽ വരുമെന്ന് അല്ലാഹു തആല താക്കീത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് കാരണം? എന്താണ് സംഭവിച്ചത്? ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും ജിന്നുവർഗങ്ങളെ, ഭൂതവർഗങ്ങളെ പിശാച് പറഞ്ഞേക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്നറിയണേ?
അങ്ങനെ നാസിബീനിൽപ്പെട്ട ഒരു വിഭാഗം ജിന്നുകൾ വാദി നഖലയിലൂടെ കടന്നു പോകുന്നുണ്ട്. അവിടെയാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട്, അല്ലാഹുവിൻ്റെ ഹബീബ് നിസ്കാരത്തിലാണ്, വലൗ അന്ന ഖുർആനൻ സുയ്യിറത് ബിഹിൽ ജിബാൽ ഔ ഖുത്തിഅത് ബിഹിൽ അർള് ഔ കുല്ലിമ ബിഹിൽ മൗതാ ബൽ ലില്ലാഹിൽ അംറു ജമീആ. വിശുദ്ധമായ ഖുർആൻ, വലൗ അന്ന ഖുർആനൻ സുയ്യിറത് ബിഹിൽ ജിബാൽ, പർവ്വതങ്ങളെ അതിൻ്റെ സ്ഥാനങ്ങളിൽ നിന്ന് പിഴുതെടുക്കാൻ കഴിയുന്ന, ഔ ഖുത്തിഅത് ബിഹിൽ അർളു, ഭൂമിയെ അതിൻ്റെ ആഴങ്ങളിലേക്ക് മുറിച്ചു കീറാൻ കഴിയുന്ന, ഔ കുല്ലിമ ബിഹിൽ മൗതാ, മരിച്ചവരോട് സംസാരിക്കാൻ കഴിയുന്ന വിധം വിശുദ്ധ ഖുർആനല്ലാതെ മറ്റെങ്കിലും ഉണ്ടായിരുന്നുവോ? ഖുർആനല്ലാതെ മറ്റെന്തിനാണ് അതിന് സാധിക്കുക? അത് അങ്ങനെ ഒരു കഴിവുണ്ടാകുന്ന വല്ലതും ഈ പ്രപഞ്ചത്തിലുണ്ടാകുമായിരുന്നെങ്കിൽ ലഖാന ഖുർആനൻ, അത് ഖുർആൻ തന്നെയാകുമായിരുന്നല്ലോ എന്ന ഒരു മറുപടി അല്ലാഹു അവിടെ മറച്ചു വെച്ചിട്ട് ബല്ലില്ലാഹിൽ അംറു ജമീആ, എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണം അള്ളാഹുവിൻ്റെ കയ്യിലാണെന്ന് പറയുന്ന ആയത്താണത് സൂറത്തുർ റഅദിലെ. ഇത് വിശുദ്ധ ഖുർആനിൻ്റെ അമാനുഷികതയും മനുഷ്യ കഴിവുകൾക്കതീതമാണ് അള്ളാഹുവിൻ്റെ വചനമെന്ന് പഠിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ അനന്തമായ സാധ്യതകളെ മനുഷ്യന് ഇന്നേ വരെ കണ്ടെത്താൻ കഴിയാത്തത് ചില പാരായണം ചെയ്യുന്ന വരികളാൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കേൽപ്പിക്കപ്പെടുമ്പോഴേക്കും പർവ്വതങ്ങളെ പറപ്പിക്കുകയും, ഔ ഖുത്തിഅത് ബിഹിൽ അർള്, എന്താണ് ഇതിൻ്റെ ആശയമെന്ന് വിശുദ്ധ ഖുർആൻ, വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ, അള്ളാഹുവിൻ്റെ ഈ വചനങ്ങൾ അറിയുന്നത്, അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നത് ആഴത്തിൽ പഠിച്ചവർക്ക് മാത്രമാണ്. നമുക്കതിൻ്റെ മേൽഭാഗം ഓതിപ്പോവുകയേ സാധിക്കുന്നുള്ളൂ. ഭൂമിയെ കഷ്ണമാക്കുകയും, ഔ കുല്ലിമ ബിഹിൽ മൗതാ, മനുഷ്യരോട് സംസാരിക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു വായിക്കപ്പെടുന്നത് ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് ഖുർആൻ അല്ലാതെ മറ്റെന്താകുമായിരുന്നു? ബല്ലില്ലാഹിൽ അംറു ജമീആ അഫലം യയഅസിൽ ലദീന ആമനു അല്ലൗ യശാഉല്ലാഹു ലഹദന്നാസ ജമീആ. നിബിതങ്ങൾ ഓതുന്ന ഭാഗമാണത്. സൂറത്തുർ റഅദിലെ ആ ഭാഗങ്ങളാണ് വാദി നഖ്ലയിലെ ഹബീബിന്റെ നിസ്കാരത്തിൽ തങ്ങൾ ഓതുന്നത്. അഫലം യയഅസിൽ ലദീന ആമനു അല്ലൗ യശാഉല്ലാഹു ലഹദന്നാസ ജമീആ വലാ യസാലു الذين كفروا تصيبهم بما صنعوا قارعة أو تحل قريبا من دارهم حتى يأتي وعد الله إن الله لا يخلف الميعاد. അഫലം യയഅസിൽ ലദീന ആമനു, യയഅസ് എന്ന് പറഞ്ഞാൽ ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് സ്വഹാബികൾ ചോദിച്ചു, ഇബ്ൻ അബ്ബാസ് എന്നവരെ, എന്താണ് യയഅസ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? മഅനാഹു യതഖയ്യൻ യതയഖനു ഔ യഅലമു, അറിയുക, ബോധ്യപ്പെടുക എന്ന അർത്ഥമാണ് യയഅസ് എന്നതിന്. അഫലം യയഅസിൽ ലദീന ആമനു, സത്യവിശ്വാസികൾക്ക് ബോധ്യമായില്ലയോ? ആ പ്രയോഗം അലാ ലുഗത്തിൻ നഖ് ഗോത്രക്കാരുടെ, നഖ് ഖബീലക്കാരുടെ പ്രയോഗമാണത്. യയഅസ് എന്ന് പറഞ്ഞാൽ യതയഖൻ, ബോധ്യപ്പെടുക. സാധാരണ യയഅസ് എന്ന് പറഞ്ഞാൽ നിരാശപ്പെടുക എന്നാണ്. എന്നാൽ നഖ് ഖബീലക്കാരുടെ ആശയമനുസരിച്ചാണ്, സംസാരമനുസരിച്ചാണ് ഈ വചനം ഇറങ്ങുന്നത്. അഫലം യയഅസിൽ ലദീന ആമനു അല്ലൗ യശാഉല്ലാഹ്, അല്ലാഹു തആല ഉദ്ദേശിക്കുകയായിരുന്നുവെങ്കിൽ ലഹദന്നാസ ജമീഅ, മനുഷ്യർക്ക് മുഴുവനും ഹിദായത്ത് കൊടുക്കാൻ അല്ലാഹുവിന് കഴിവുമായിരുന്നു. മനുഷ്യരെ നിർബന്ധിച്ച് മുസ്ലിമാക്കാൻ അല്ലാഹുവിന് കഴിയുമായിരുന്നു. പക്ഷേ അല്ലാഹു അത് ചെയ്തിട്ടില്ല. മനുഷ്യർക്ക് സത്യവും ധർമ്മവും മനസ്സിലാക്കാൻ അധർമ്മത്തിനിടയിലൂടെ ധർമ്മത്തിന്റെ വഴി കാണിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. വലാ യസാലുൽ ലദീന കഫറൂ തുസീബുഹും ബിമാ സ്വനഉ ഖാരിഅത്തുൻ ഔ തഹുല്ലു ഖരീബൻ മിൻ ദാരിഹിം. അവിശ്വാസികളായ ആളുകൾ അവർ ചെയ്ത ദുഷ്പ്രവർത്തനം കാരണത്താൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും കടുത്ത ശിക്ഷ അവർക്ക് വരുന്നത് അവർ കാത്തിരിക്കേണ്ടതാണ്. ഔ തഹുല്ലു ഖരീബൻ മിൻ ദാരിഹിം ഹത്താ യഅതിയ വഅദുല്ലാഹ്,
ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ്. അല്ലാഹു തആല അല്ലാഹുവിൻ്റെ കരാർ കൃത്യമായും പാലിക്കുന്നവനാണ്. സത്യവിശ്വാസികളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ അല്ലാഹു തആല പ്രവാചകന്മാരെ നിയോഗിച്ചു, വിശുദ്ധ ഖുർആൻ അയച്ചു കൊടുത്തു. ആയത്തിൻ്റെ ആശയം മനസ്സിലാക്കുക, എന്നിട്ട് ചരിത്രത്തിലേക്ക് വരാം. അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മനുഷ്യരെ മുഴുവൻ മുസ്ലിമാക്കാൻ അല്ലാഹുവിന് കഴിയും. മഹാത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്താൽ മതി, അല്ലാഹു തന്നെ ഇറങ്ങി വന്നാൽ മതി. നുസൂലൻ യലീഖു ബിഹി, അതല്ലെങ്കിൽ മഹാത്ഭുതങ്ങൾ മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്നത് പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിൽ കണ്ടതിനപ്പുറം മനുഷ്യരെ കൺവിൻസ് ചെയ്യാൻ കഴിയുന്ന വളരെ പ്രൗഢമായ മുഅ്ജിസത്തുകളോ അമാനുഷികമായ സിദ്ധികളോ മനുഷ്യർക്ക് കാണിച്ചു കൊടുത്താൽ ഒരുപക്ഷെ അവർ വിശ്വസിച്ചേക്കും. അതെല്ലാം അല്ലാഹു തആല മനുഷ്യനെ നിർബന്ധിക്കുന്ന പോലെയാണ്. അത് വേണ്ട. ധർമ്മവും അധർമ്മവും മനസ്സിലാക്കി വരുന്നവർ മതി. തിന്മയുടെയും നന്മയുടെയും വഴികൾ അവരുടെ മുമ്പിലുണ്ടായിരിക്കെ ആരാണ് നന്മയെ തിരഞ്ഞെടുക്കുന്നത് എന്നാണ് അല്ലാഹു നോക്കുന്നത്. സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും വഴികളിൽ നിന്ന് സ്വർഗത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുന്നവരാരോ അവരാണ് സ്വർഗവാസികൾ. ഇതാണ് അല്ലാഹുവിൻ്റെ തീരുമാനം. ഈ വചനങ്ങൾ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നാസുബീനിൽ നിന്ന് വരുന്ന ഒരു കൂട്ടം ജിന്നുകൾ അവിടെ തങ്ങി നിൽക്കുന്നു. എന്താണ് ഈ കേൾക്കുന്നത്? എത്ര മനോഹരമായ വചനമാണിത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولو أن قرآنا سيرت به الجبال أو قطعت به الأرض أو كلم به الموتى بل لله الأمر جميعا أفلم ييأس الذين آمنوا أن لو يشاء الله لهدى الناس جميعا. നാസുബീൻ ജിന്നുകളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണെന്ന് വിശുദ്ധമായ പ്രമാണങ്ങളിൽ കാണാൻ കഴിയും. ഇറാഖിലെ നാസുബീൻ ലോകത്ത് മനുഷ്യരുടെ ആസ്ഥാനങ്ങൾ, രാജ്യങ്ങളുടെ ആസ്ഥാനങ്ങളുള്ള പോലെ ജിന്നുകളുടെ ആസ്ഥാന സ്ഥലമാണത്രേ ഒരു കാലത്ത് നാസുബീൻ. അവരാണ് അല്ലാഹുവിൻ്റെ റസൂലിനെ കാണാൻ വരുന്നത്. മുത്തുനിബിതങ്ങൾ ഈ ഖുർആൻ ഓതുമ്പോൾ ഹബീബായ നിബിതങ്ങൾ അറിയാതെ മുത്തുനിബിതങ്ങൾക്ക് ചുറ്റും അവർ ഒരുമിച്ച് കൂടുകയാണുണ്ടായത്. അവരവിടെ നിന്നു. അവർ പറഞ്ഞു, ഈ വചനങ്ങൾ മഹാത്ഭുതങ്ങളല്ലോ, ഈ വചനങ്ങൾ നമുക്ക് വളരെ അത്യന്തം കൗതുകം തോന്നിപ്പിക്കുന്ന വചനങ്ങളാണല്ലോ, ഇത് മനുഷ്യരുടേതാവാൻ വഴിയില്ല. ഈ വചനങ്ങൾ ലോകത്ത് അവതരിച്ചതാവണം. നമുക്ക് ആകാശ ലോകത്തെ രഹസ്യങ്ങൾ ചോർത്താൻ കഴിയാതെ പോകുന്നത്. അവരല്ലാഹുവിൻ്റെ റസൂലിൻ്റെ നിസ്കാരം നടക്കുമ്പോൾ ജിന്നുകൾ ഓരോരുത്തരും അൻസുതു, മിണ്ടാതിരിക്കണേ എന്ന് പറഞ്ഞു. ജിന്നുകളുടെ നേതാവുണ്ടായിരുന്നു, ഖിൻസിബ് എന്ന് പറയുന്നൊരു നേതാവ്. അയാൾ പറഞ്ഞു, ഉസ്കുതു അൻസുതു, മിണ്ടാതിരിക്കിൻ, നിശബ്ദമായിരിക്കിൻ. എത്ര മനോഹരമാണ് ആ വചനങ്ങൾ. വലാ യസാലു الذين كفروا تصيبهم بما صنعوا قارعة أو تحل قريبا من دارهم حتى يأتي وعد الله إن الله لا يخلف الميعاد. മിണ്ടാതിരിക്കിൻ എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം നടക്കുമ്പോൾ ജിന്നുകൾ പറഞ്ഞുവെന്ന് മാത്രമല്ല, ഓരോരുത്തരും തോളിനുമേൽ തോളിൽ കയറി ഹബീബായ നബി തങ്ങളുടെ നിസ്കാരത്തിലെ ഈ പാരായണം കേൾക്കാൻ അവരോരോരുത്തരും തിക്കും തിരക്കും കൂടുകയായിരുന്നുവെന്ന് സൂറത്തുൽ ജിന്നിലൂടെ അല്ലാഹുവിൻ്റെ റസൂലിന് അല്ലാഹു തആല വിവരിച്ചു കൊടുക്കുന്നു. وأنه لما قام عبد الله يدعوه كادوا يكونون عليه لبدا. ഹബീബായ നബി തങ്ങളുടെ അരികത്തേക്ക് വരാനും വിശുദ്ധ ഖുർആനിൻ്റെ അരികത്തേക്ക് ഇരിക്കാനും വേണ്ടി ജിന്നുകൾ തോളിൽ കയറി നിന്ന് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അരികത്ത് കൗതുകത്തോടെ ഖുർആൻ ശ്രദ്ധിച്ചത് സൂറത്തുൽ ജിന്നിൽ അല്ലാഹു പറയുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു പറഞ്ഞു കൊടുക്കുന്ന പോലെ, നബിയേ, ത്വായിഫുകാരായ മനുഷ്യർ അങ്ങയെ കേട്ടില്ലെങ്കിലെന്താ? ത്വായിഫുകാർ അങ്ങയെ കല്ലെറിഞ്ഞെങ്കിലെന്താ? മനുഷ്യലോകം അങ്ങയെ കേൾക്കാൻ ഒരുക്കമല്ലെങ്കിൽ ഇതാ ഭൂതവർഗം ജിന്നുകൾ അങ്ങയെ കേൾക്കാൻ ഒരുക്കമായി നിൽക്കുന്നു നബിയെ. ആ ജിന്നുകളിൽ വലിയൊരു വിഭാഗം ആളുകൾ മുസ്ലിമായി എന്ന് മാത്രമല്ല, അങ്ങേറ്റത്തെ അതബോടുകൂടെ ഖുർആൻ അവർ കേൾക്കുകയും ശ്രദ്ധിക്കുകയും ഖുർആൻ മഹാത്ഭുതമാണെന്ന് പറയുകയും ചെയ്തുവെന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജിന്നെടുത്ത് നോക്കിയാൽ മനസ്സിലാകും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി فقالوا إنا سمعنا قرآنا عجبا يهدي إلى الرشد فآمنا به ولن نشرك بربنا أحدا وأنه تعالى جد ربنا ما اتخذ صاحبة ولا ولدا وأنه كان يقول سفيهنا على الله شططا وأنا ظننا أن لن تقول الإنس والجن على الله كذبا അല്ലാഹുവിൻ്റെ വചനങ്ങളെ കേട്ട് അത്ഭുതം കൂടുന്ന ജിന്നുകളെ, അത്ഭുതം കൂറിയ ജിന്നുകളെ, മനുഷ്യരെന്തേ അത്ഭുതപ്പെടുന്നില്ലേ? മനുഷ്യരും പഠിക്കേണ്ടതല്ലേ? വിശുദ്ധ ഖുർആനിന്റെ പാരായണം നടക്കുമ്പോൾ നിശബ്ദമായിരിക്കണമെന്ന് ഖുർആനിനോട് കാണിക്കേണ്ട അദബാണത്. ജിന്നുകൾ പോലും അത് പാലിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ നിസ്കാരത്തിലെ പാരായണം കേട്ടപ്പോൾ ഇസ്ലാം സ്വീകരിക്കുകയും അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കുകയും ചെയ്ത് സ്വന്തം നാട്ടിലേക്ക് നാസുബീനിലേക്ക് തിരിച്ചുപോയി ദഅവത്ത് ചെയ്യുന്ന ഒരു വിഭാഗം ജിന്നുകളെയാണ് സൂറത്തുൽ ജിന്നിൽ അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. ഖുൽ പറയൂ നബിയേ, ഊഹിയ ഇലയ്യ, വാദി നഖ്ലയിൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികത്ത് ജിന്നുകൾ ഇരിക്കുന്നതും ഓർക്കുന്നതും ഖുർആൻ കേൾക്കുന്നതും അല്ലാഹുവിൻ്റെ റസൂൽ അറിയുന്നത് നബി തങ്ങൾക്ക് വഹി വന്നതിൻ്റെ ശേഷമാണ്. എന്നാൽ ഹിറായിലേക്കുള്ള വഴിയിൽ നബി തങ്ങൾ സംസാരിച്ചത്, ജിന്നുകളോട് സംസാരിച്ചത്, അവർക്ക് നബി തങ്ങൾ സൂറത്തുർ റഹ്മാൻ ഓതിക്കൊടുത്തത് നബി തങ്ങൾ അവരെ അറിഞ്ഞുകൊണ്ടാണ്, കണ്ടുകൊണ്ടാണ്. ഇത് അങ്ങനെയല്ല നടന്നത്. നബി തങ്ങൾക്ക് അല്ലാഹു അറിയിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. ഖുൽ പറയൂ നബിയേ, ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്ന്, ജിന്നുകളിലെ ഒരു വിഭാഗം ആളുകൾ വിശുദ്ധമായ ഖുർആനിനെ ശ്രദ്ധിച്ചു കേൾക്കുകയും ഫഖാലൂ, അവർ പറഞ്ഞു, ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ, അത്ഭുതമായ ഖുർആൻ ഞങ്ങൾ കേട്ടു, അത്ഭുതമായ ഖുർആൻ ഞങ്ങൾ ശ്രവിച്ചു. മഹാന്മാര് പറയുന്നു, ജിന്നുകൾക്ക് പോലും അത് ബോധ്യമായി. മനുഷ്യരിൽ അല്പന്മാരായ പഠിക്കാത്ത, പഠനം നടത്താത്ത ആളുകള് നിരീശ്വരവാദവും തലയിൽ കയറിയിട്ട് അള്ളാഹുവിൻ്റെ വചനങ്ങളെ വിനയത്തോടെ താഴ്മയോടെ ഒന്നിരുന്ന് പഠിക്കാൻ പോലും സമയം കണ്ടെത്താതെ അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ കുറ്റം കാണാൻ നടക്കുന്നവർക്ക് ഈ വിശുദ്ധമായ വചനങ്ങളെ തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താനോ ശരിയല്ലെന്ന് വാദിക്കുവാനോ മനുഷ്യരോ ജിന്നുകളോ സർവരും ഒരുമിച്ച് കൂടിയാൽ പോലും ഇതിന് പാരലലായ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ മനുഷ്യരോ ജിന്നുകളോ ശ്രമിച്ചാൽ പോലും അത് നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് ഉച്ചൈസ്തരം പറയുന്ന അള്ളാഹുവിൻ്റെ വചനമാണ് വിശുദ്ധ ഖുർആൻ. ആ ജിന്നുകൾ പറയുന്നു, ഫആമന്നാ ബിഹി യഹ്ദീ ഇലർ റുഷ്ദ്, മനുഷ്യന് നന്മ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണത്. മനുഷ്യൻ എങ്ങനെയാണ് മനുഷ്യനായി വേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണത്. ഫആമന്നാ ബിഹി, അതുകൊണ്ട് ഞങ്ങളത് വിശ്വസിച്ചു. വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ, ഞങ്ങൾ അല്ലാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. സ്രഷ്ടാവ് ഒരേ ഒരുത്തൻ മാത്രമാണ്. സർവേശ്വരനായ അല്ലാഹുവിന് തുല്യരായി ഒരു മനുഷ്യനോ ഒരു ജിന്നോ ഒരു ഭൂതമോ ഒരു മലക്കോ ഒരു സൃഷ്ടിയോ ലോകത്തില്ല തന്നെ. വഅന്നഹു തആല ജദ്ദു റബ്ബിനാ മത്തഖദ സാഹിബതൻ വലാ വലദാ, തീർച്ചയായും അല്ലാഹുവിൻ്റെ കാര്യം വലുത് തന്നെ. ഇവിടെ ജദ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അംറു റബ്ബിന എന്നാണ്. ജദ് എന്ന് സാധാരണ പറയുമ്പോൾ വല്ലിപ്പക്കാണ് പറയാ. തആല ജദ്ദു റബ്ബിന എന്നതിന് തആല അംറു റബ്ബിന, എൻ്റെ രക്ഷിതാവായ ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിൻ്റെ കാര്യം മഹോന്നതമാണ്. അല്ലാഹു സർവോന്നതനാണ്. മത്തഖദ സാഹിബതൻ വലാ വലദാ, അല്ലാഹുവിന് മക്കളില്ല, അല്ലാഹുവിന് ഭാര്യയില്ല. വഅന്നഹു കാന യഖൂലു സഫീഹുനാ അലല്ലാഹി ശതതാ, ഞങ്ങളിലെ ബുദ്ധിയില്ലാത്തവൻ, അതായത് ഇബ്ലീസിനെ കുറിച്ച് പറയുന്നു. ഞങ്ങളിലെ ബുദ്ധിയില്ലാത്തവൻ അല്ലാഹുവിനെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വഅന്നാ ളനന്നാ, ഞങ്ങൾ വിചാരിക്കുകയാണ്, കരുതുന്നു, അല്ലൻ തഖൂലൽ ജിന്നു ഇൻസു വൽ ജിന്നു അലല്ലാഹി കദിബാ, മനുഷ്യരോ ഭൂതവർഗമോ അല്ലാഹുവിനെ സംബന്ധിച്ച് നുണ പറയാൻ പാടില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് നബിയെ ഒരു കൂട്ടം ജിന്നുകൾ അങ്ങയെ ശ്രവിക്കാൻ വന്നിട്ടുണ്ട്. അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ത്വായിഫിൽ
ലോകത്തിലെ അനുഭവം കണ്ട് നിരാശപ്പെടല്ലേ നബിയെ. ജിന്ന് വർഗങ്ങൾ മനുഷ്യവർഗം അങ്ങയെ സ്വീകരിച്ചില്ലെങ്കിലെന്താ, ജിന്ന് വർഗങ്ങൾ അങ്ങയെ സ്വീകരിക്കാൻ വന്നു നബിയെ എന്ന് അല്ലാഹുവിൻ്റെ റസൂലിനെ ഓർമ്മിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജിന്നിലൂടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ടാമത്തെ അനുഭവം, നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹബീബായ നബി തങ്ങൾ ഹിറായിലേക്ക് പോകുന്ന വഴിയിലാണ്. ഹിറായിലേക്ക് പോകുന്ന വഴിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് സൂറത്തുർ റഹ്മാൻ ഓതി കൊടുത്തിട്ടുണ്ട്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ജിന്നുകളെ, മനുഷ്യരെ, അള്ളാഹുവിൻ്റെ ഏത് ദൃഷ്ടാന്തമാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? 31 തവണയോളമല്ലേ അള്ളാഹു തആല സൂറത്തുർ റഹ്മാനിൽ ആ ഒരു ആയത്ത് അള്ളാഹു ആവർത്തിച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ജിന്നുകളെ, മനുഷ്യരെ, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ, നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിൻ്റെ ഏത് ദൃഷ്ടാന്തമാണ് തുകദ്ദിബാൻ, നിങ്ങൾ നിഷേധിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ സുബ്ഹാനക റബ്ബനാ ലാ ബിശൈഇൻ മിൻ ആലാഇക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ് എന്ന് ജിന്നുകൾ മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ വചനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ചില ഉത്തരങ്ങൾ നമ്മൾ നൽകേണ്ടതുണ്ട്. അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ, അല്ലാഹു ഭരണാധികാരികളുടെ ഭരണാധികാരിയല്ലയോ എന്ന് ചോദിക്കുമ്പോൾ ബലാ, അല്ലാഹുവേ, വഅന അലാ ദാലിക മിനശ് ഷാഹിദീൻ, അല്ലാഹുവേ, നീയാണ് അധികാരികളുടെ അധികാരി, ഞാനതിന് സാക്ഷിയാണ് റബ്ബേ എന്ന് പറയൽ സുന്നത്തുണ്ട്. വിശുദ്ധ ഖുർആനിലെ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. അദാബ് പറയുമ്പോൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കേണ്ടതുണ്ട്. സ്വർഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അല്ലാഹുവിനോട് റഹ്മത്ത് ചോദിക്കേണ്ടതുണ്ട്. അതുപോലെ സൂറത്തുർ റഹ്മാനിലെ ഈ ചോദ്യത്തിന് നമ്മൾ മറുപടി പറയണം. അല്ലാഹുവിൻ്റെ റസൂൽ സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബികളെ, നിങ്ങളെന്താ നിങ്ങളുടെ സഹോദരന്മാരായ ജിന്നുകൾ അല്ലാഹുവിൻ്റെ വചനങ്ങളോട് പ്രതികരിച്ച പോലെ നിങ്ങളെന്താ പ്രതികരിക്കാതെ മിണ്ടാണ്ടിരിക്കുകയാണോ? അവർ ചോദിച്ചു, നബിയെ, എന്താണ് അവർ പറഞ്ഞത്? അപ്പം നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഞാൻ അവർക്ക് വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുർ റഹ്മാൻ ഓതി കൊടുത്തപ്പോൾ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന് ഓതുമ്പോൾ ജിന്നുകൾ കൂട്ടമായി പറയുന്നുണ്ടായിരുന്നു, സുബ്ഹാനക ലാ ബിശൈഇൻ മിൻ ആലാഇക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്, അല്ലാഹുവേ, നിന്റെ ഒരു ദൃഷ്ടാന്തവും ഞങ്ങൾ കളവാക്കുന്നില്ല എന്ന് ജിന്നുകൾ മറുപടി പറയുന്നുണ്ടായിരുന്നു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ വെച്ചാണ് അവർ നബി തങ്ങളോട് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു, നുരീദുസ്സാദ്, ഞങ്ങൾക്ക് ഭക്ഷണം വേണം. അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ രക്ഷയും ശിക്ഷയും അർഹിക്കുന്ന 2 സൃഷ്ടികളാണുള്ളത്, മനുഷ്യരും ജിന്നുകളും. അള്ളാഹു നമ്മെ കളിമണ്ണിൽ നിന്ന് പടച്ച പോലെ ആദം നബിയെ, നമ്മുടെ പൂർവ്വപിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കളിമണ്ണിൽ നിന്ന് പടച്ച പോലെ പിശാചുക്കളെ മിൻ സമൂമിൻ മിന്നാർ, തീയിൻ്റെ ജ്വാലയിൽ നിന്നാണ് പിശാചുക്കളെ അള്ളാഹു പടച്ചത്. ജിന്നുകളെ അള്ളാഹു തീയിനാലാണ് പടച്ചത്. മലക്കുകളെ അള്ളാഹു പ്രകാശം കൊണ്ടാണ് പടച്ചത്. ഇതൊക്കെ നമ്മൾ കൊച്ചു പാഠപുസ്തകങ്ങൾ പഠിക്കുന്നവരാണ്. അള്ളാഹുവിൻ്റെ ഖുർആനിൽ പറഞ്ഞ ജിന്നുകളില്ല എന്ന് നിഷേധിക്കുകയാണെങ്കിൽ ഫഹുവ കുഫ്റുൻ, അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവാൻ കാരണമാകുന്ന കുറ്റകരമാണ്. കാരണം അത് അള്ളാഹുവിൻ്റെ കലാമിൻ്റെ ബഅദിനെ നിഷേധിക്കലാണ്, അള്ളാഹുവിൻ്റെ വചനങ്ങളെ വിശ്വസിക്കാതിരിക്കലാണ്. അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ജിന്നുകൾ യാഥാർത്ഥ്യം തന്നെ. ജിന്നുകൾ മനുഷ്യർക്ക് മുമ്പേ പ്രപഞ്ചത്തിലുണ്ട്. അവരുണ്ടായതിൻ്റെ പേരിലാണ് അല്ലാഹു ആദം നബി അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് പടക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ലിമ തജഅലു ഫീഹാ അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്. ആദം നബിയെ, മനുഷ്യരെ അള്ളാഹു പ്രപഞ്ചത്തിലേക്ക് അള്ളാഹുവിൻ്റെ പ്രതിനിധിയായി പടക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മലക്കുകൾ കൊടുത്ത മറുപടി, അള്ളാഹുവേ, രക്തം ചിന്തുന്ന, തമ്മിലടിക്കുന്ന, പോരാളികളായി മാറുന്ന ഒരു വിഭാഗത്തെ എന്തിനാണ് നീ പടക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് മലക്കുകൾ. എവിടുന്നാണ് അവർക്കത് ചോദിക്കാൻ കിട്ടിയത്? എവിടുന്നാണ് അവർക്ക് അറിവ് ലഭിച്ചത്? കാരണം മനുഷ്യർക്ക് മുമ്പ് അള്ളാഹു സൃഷ്ടിച്ച ജിന്നുകൾ തമ്മിലടിച്ച്
ചേരികൾ തിരിഞ്ഞ് ചോര ചിന്തിയവരായിരുന്നു, യുദ്ധം ചെയ്തവരായിരുന്നു. അതുപോലെ മനുഷ്യരുമാകുമോ എന്ന ആശങ്കയാണ് മലക്കുകൾ പങ്കുവെച്ചത്. അതുകൊണ്ട് മനുഷ്യർക്ക് മുമ്പേ ജിന്നുകളുണ്ട് എന്ന വിശുദ്ധ ഖുർആനിന്റെ സൂചനയാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ സത്യവിശ്വാസികളും അല്ലാത്തവരുമുള്ള പോലെ, ആണുങ്ങളും പെണ്ണുങ്ങളുമുള്ള പോലെ, നല്ലവരും ചീത്തവരുമുള്ള പോലെ ജിന്നുകളിലും മുഅ്മിനീങ്ങളും മുഅ്മിനീങ്ങളല്ലാത്തവരുമുണ്ട്. അവരിലും ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. മനുഷ്യരെക്കാളും ആയുസ് അവർക്ക് കൂടുതലാണ്. മനുഷ്യരെക്കാളും ഭൗതിക വിഷയങ്ങളിൽ കഴിവ് കൂടുതലാണ്. ഉണ്ടാക്കാൻ, ഓടിച്ചെല്ലാനും നടക്കാനും യാത്ര ചെയ്യാനും മനുഷ്യരെക്കാളും അവർക്ക് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധമായ ഖുർആൻ മനുഷ്യരെയും ജിന്നുകളെയും ചേർത്ത് പറയുന്ന സ്ഥലത്ത് ഈ പ്രപഞ്ചത്തിലെ ഭൗതിക വിഷയങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ ജിന്നുകളെയാണ് ആദ്യം പറയാം. അല്ലാതെ ജ്ഞാനമോ അറിവോ ഈമാനോ ഇൽമിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ മനുഷ്യരെയും ജിന്നുകളെയും പറയുമ്പോൾ ആദ്യം മനുഷ്യരെയാണ് പറയാം. ഭൗതികമായ എന്തെങ്കിലും ഒരു കഴിവ് മനുഷ്യരേതിനേക്കാളും ജിന്നുകൾക്കുള്ളതിൻ്റെ പേരിൽ അല്ലാഹു തആല അത്തരം വിഷയങ്ങൾ പറയുമ്പോൾ മനുഷ്യനെയും ജിന്നുകളെയും പറയുമ്പോൾ ജിന്നുകളെയാണ് ആദ്യം പറയുന്ന. ഉദാഹരണം സൂറത്തുർ റഹ്മാൻ, യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ് إن استطعتم أن تنفذوا من أقطار السماوات والأرض فانفذوا لا تنفذون إلا بسلطان فبأي آلاء ربكما تكذبان. ജിന്നുകളെ മനുഷ്യരെ, യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, ജിന്നുകളെ മനുഷ്യരെ, ഇനിസ്തതഅതും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർദ്, ഭൂമിയുടെ സർക്കംഫറൻസ്, ഭൂമിയെ നിങ്ങൾക്ക് ഭൂമിയുടെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് തുരക്കാൻ കഴിയുമെങ്കിൽ, ആകാശലോകങ്ങളെ തുരന്ന് കയറാൻ കഴിയുമെങ്കിൽ, ഫംഫുദൂ നിങ്ങളൊന്ന് തുരന്നാട്ടെ, ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ, അല്ലാഹു നൽകുന്ന മഹത്തരമായ കഴിവ് കൊണ്ടല്ലാതെ നിങ്ങൾക്കത് സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിടത്ത് പ്രപഞ്ചത്തിൽ നടക്കുന്ന കഴിവ് ഉപയോഗിക്കുന്ന വിഷയമാണ്. അവിടെ അല്ലാഹു യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, ജിന്നുകളെ മനുഷ്യരെ എന്ന് പറഞ്ഞു. എന്നാൽ വിശുദ്ധമായ ഖുർആൻ പോലോത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ? യുക്തി ആവശ്യമുള്ള വിഷയങ്ങൾ വരുമ്പോൾ മനുഷ്യരെയാണ് ആദ്യം പറയാ. യുക്തിയിൽ ജിന്നുകളെക്കാളും മുമ്പിൽ മനുഷ്യരാണ്. ശാരീരിക ബലങ്ങളിൽ മനുഷ്യരെക്കാളും മുമ്പിൽ ജിന്നുകളുമാണ്. ഖുൽ ഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅ്തു ബിമിത്ലി ഹാദൽ ഖുർആൻ, പറയുക നബിയേ, ലഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിൻ على أن يأتوا بمثل هذا القرآن لا يأتون بمثله ولو كان بعضهم لبعض ظهيرا. لئن اجتمعت الإنس والجن, മനുഷ്യരും ജിന്നുകളും ഒരുമിച്ച് ചേർന്നാൽ തന്നെയും, ആദ്യം പറഞ്ഞത് മനുഷ്യരെയാണ്, പിന്നെ ജിന്ന്. വിഷയമെന്താ? അലാ അൻ യഅ്തു ബിമിത്ലി ഹാദൽ ഖുർആൻ, ഈ ഖുർആനിന് സമാനമായത് കൊണ്ടുവരാൻ കഴിയുമോ എന്ന പരീക്ഷണത്തിൽ മനുഷ്യരും ജിന്നുകളും ഒന്ന് ശ്രമിച്ചു നോക്കുക. ലാ യഅ്തൂന ബിമിത്ലിഹി, ഖുർആനിനോളം തുല്യമായത് നിങ്ങൾക്ക് കൊണ്ടുവരിക സാധ്യമല്ല. വലൗ കാന ബഅദുഹും ലിബഅദിൻ ളഹീറാ, നിങ്ങൾ പരസ്പരം സഹായികളായി വർത്തിച്ചാൽ പോലും നിങ്ങൾക്കത് സാധ്യമല്ല. മനുഷ്യന്റെ യുക്തിയും ജ്ഞാനവും ആവശ്യമുള്ള വിഷയം വരുന്നിടത്ത് മനുഷ്യരെയാണ് ആദ്യം പറയാ, പിന്നെയാണ് ജിന്നുകള്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ വിഷയത്തിൽ വഅന്നഹു, സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കുറിച്ച്, വഹുശിറ ലിസുലൈമാന ജുനൂദു മിനൽ ജിന്നി വൽ ഇൻസി വത്വയ്ർ, പക്ഷികളും ജിന്നുകളും മനുഷ്യരും സൈന്യമായി അല്ലാഹു നൽകിയ സുലൈമാൻ നബി അലൈഹിസ്സലാം, പ്രവാചകനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഭൗതികമായ വിഷയങ്ങളിൽ സഹായിച്ചിരുന്നവരെ ജിന്നുകളാണ്. അതുകൊണ്ടാണ് വഹുശിറ ലിസുലൈമാന ജുനൂദുഹു മിനൽ ജിന്നി വൽ ഇൻസ്, ആദ്യം ജിന്നുകളെ പറഞ്ഞു, പിന്നെ മനുഷ്യരെ. വഅന്നഹു കാന റിജാലും മിനൽ ഇൻസ് യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ, മനുഷ്യരെക്കാളും കായിക ബലം കൂടുതൽ ജിന്നുകൾക്കുണ്ട്. അതുകൊണ്ടാണ് ജിന്നുകൾ പറയുന്നതായി സൂറത്തുൽ ജിന്നിൽ തന്നെ അല്ലാഹു പറയുന്നത്, വഅന്നഹു കാന റിജാലും മിനൽ ഇൻസ്, മനുഷ്യരിലെ ചില ആളുകൾ, യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി, ജിന്നുകളിലെ ചില ആളുകളെ സഹായികളായി അഭയം പ്രാപിക്കാനായി അവർ കൂടെ ചേർക്കാറുണ്ട്. ഫസാദൂഹും റഹഖാ, മനുഷ്യരെ സഹായിക്കുന്നവരാണെന്ന നിലയിൽ
ആ സമയത്ത് പിശാചുക്കൾക്ക് അഹങ്കാരമുണ്ടായിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. മനുഷ്യരെക്കാളും കഴിവ് കൂടുതലുണ്ടവർക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നുകളെ പടച്ചതും അവരെ സൃഷ്ടിച്ചതും അല്ലാഹുവിൻ്റെ ഒരു സൃഷ്ടിവൈഭവമാണ്. എന്തെല്ലാം സൃഷ്ടികൾ പ്രപഞ്ചത്തിൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത രശ്മികൾ, അൾട്രാ വയലറ്റ് രശ്മികൾ, എക്സ്റേകൾ, ഗാമ റൈസുകൾ, ഏതെല്ലാം തരത്തിലുള്ള പ്രപഞ്ചത്തിൻ്റെ അതിസങ്കീർണമായ സൃഷ്ടിപ്പുകൾ മനുഷ്യൻ്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹബീബായ നബി തങ്ങൾ മനുഷ്യരുടെ മാത്രമല്ല നബി, ജിന്നുകളുടെ നബിയാണ്. മനുഷ്യരിൽ മാത്രം ശ്രേഷ്ഠമായവരല്ല, മനുഷ്യരിലും ജിന്നുകളിലും മലക്കുകളിലും പ്രപഞ്ചത്തിൽ വെച്ച് മുഴുവനും ഏറ്റവും ശ്രേഷ്ഠമായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. വലഖദ് കറംനാ ബനി ആദം, ജിന്നുകളെക്കാളും മനുഷ്യരെ അല്ലാഹു ആദരിച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ. അതുകൊണ്ടാണ് നല്ല മനുഷ്യരുടെ കൂടെ നല്ല ജിന്നുകൾ കൂടുന്ന പോലെ നല്ല ജിന്നുകളുടെ കൂടെ നല്ല മനുഷ്യരും കൂടാറുണ്ടത്രേ. അല്ലാമ ഇബ്നുൽ ജൗസി അടക്കമുള്ളവർ, ഇബ്നുൽ ഖയ്യിം തങ്ങളെ പോലെയുള്ളവർ കിതാബുർ റൂഹിലും മറ്റു ഒരുപാട് ഗ്രന്ഥങ്ങളിൽ മസ്സഹുൽ ഇൻസു, ചില ജിന്നുകളെ മനുഷ്യർ കൂടിയിട്ടുണ്ട് എന്ന്, ജിന്നുകളെ തളർന്നു വീഴുന്നത് കാണുമ്പോൾ കൂടെയുള്ള ജിന്നുകൾ പറയും അത്രേ, മസ്സഹുൽ ഇൻസു, അവനിലൊരു മനുഷ്യൻ കൂടിയിട്ടുണ്ട് എന്ന് പറയാറുണ്ടത്രേ. ഇവിടെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ വെച്ച് കളിക്കാൻ പാടുള്ളതല്ല. ജിന്നുകളുടെ സഹായം തേടുമ്പോൾ ജിന്നുകളുമായുള്ള അഭിസംബോധനകളോ അവരുമായുള്ള സഹവാസങ്ങളോ ഉണ്ടാകുന്നിടത്ത് നമ്മൾ അറിയണം, അവരിൽ ബഹുഭൂരിഭാഗം ആളുകൾ നുണ പറയുന്നവരുണ്ട്, മനുഷ്യരെ വഞ്ചിക്കുന്നവരുണ്ട്. ആ വഞ്ചനകളിൽ പെട്ടുപോകാൻ പാടുള്ളതല്ല. പൈശാചികമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി പിശാചുക്കളെ പൂജിക്കുന്നവരുണ്ട്. അവരാണ് സിഹർ ചെയ്യുന്നവരെ. സിഹർ, മാരണം, ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത് പിശാചിന് ഉപയോഗിക്കുന്ന പരിപാടിയാണ്. ജിന്നുകളിലെ റബല്യസായ വിഭാഗത്തെയാണ് ശൈത്വാന്മാരെന്ന് പറയുന്നത്. ഒരിക്കലും അല്ലാഹുവിന് വഴങ്ങില്ല എന്ന് ശപഥം ചെയ്തവരെ, അവരുടെ പിതാവാണ് ഇബ്ലീസുൽ ലഈൻ ലഅനത്തുല്ലാഹി അലൈഹി. ആ പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യനെ നഗ്നത കാണിക്കുന്നവനാണ് പിശാച്. ആദം നബി അലൈഹിസ്സലാം എന്ന നമ്മുടെ ഉപ്പയെ, ഹവ്വാ ബീവി എന്ന നമ്മുടെ ഉമ്മയെ കൊണ്ട് ആ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പഴം കഴിക്കാൻ പ്രേരിപ്പിച്ചവർ കഴിച്ചതിൽ പിന്നെ ഉണ്ടായ വിഷയം എന്താണ്? ഫബദത് ലഹുമാ സൗആതുഹുമാ, അവരുടെ ഗുഹ്യഭാഗങ്ങൾ വെളിവാകുകയാണുണ്ടായത്, മനുഷ്യന്റെ രഹസ്യഭാഗങ്ങൾ വെളിവാകുകയാണുണ്ടായത്. സ്വർഗത്തിലെ ഇലകൾ എടുത്തുകൊണ്ട് ആദം നബിയും ഹവ്വാ ബീവിയും നാണം മറച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. പിശാച് മനുഷ്യനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ നഗ്നതയിലേക്ക് നോക്കണം എന്നതാണ്. മനുഷ്യനെ കൊണ്ട് മനുഷ്യന്റെ ഔറത്ത് നോക്കിപ്പിക്കലാണ് പിശാചിൻ്റേത്. വ്യഭിചാരം കാണാൻ പ്രേരിപ്പിക്കുന്നത് പിശാചാണ്. മനുഷ്യനോട് കാണാൻ പാടില്ലാത്തത് കാണാൻ പ്രേരിപ്പിക്കുന്നത് പൈശാചികമായ ദുർബോധനങ്ങളാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ ലോകത്തെ മനുഷ്യരെ കൊണ്ട് ആദ്യമായി അവൻ ചെയ്യിച്ച ദുൽമും മനുഷ്യരുടെ രഹസ്യഭാഗങ്ങൾ കാണാൻ വേണ്ടിയായിരുന്നല്ലോ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, അവൻ നിങ്ങളുടെ ശത്രുവാണ്, നിങ്ങൾ അവനെ സൂക്ഷിക്കണേ. അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി എന്തെല്ലാം നമ്മുടെ ചിന്തകളിൽ പ്രേരണ വരുന്നുണ്ടോ അത് പൈശാചിക പ്രേരണകളാണെന്ന് തിരിച്ചറിയണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ ഓതി എത്രയിടങ്ങളിലാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അപാരമായ കഴിവുകൾ അള്ളാഹു നൽകിയവരാണവര്. ജീവിതകാലത്ത് ഒരിക്കലും ഒരു ജിന്നിൻ്റെ ഒറിജിനൽ രൂപത്തിൽ ഒരാൾക്കും കാണുക സാധ്യമല്ല. അവരെ അള്ളാഹു പടച്ച എങ്ങനെയാണോ ഒറിജിനൽ രൂപം അങ്ങനെ കാണാൻ കഴിയില്ല. രൂപങ്ങൾ കണ്ടേക്കാം, മനുഷ്യ കോലത്തിൽ വന്നേക്കാം. അള്ളാഹു അവർക്ക് രൂപം മാറാൻ കഴിവ് കൊടുത്തിട്ടുണ്ട്. നായകളുടെയും നായകളുടെയും പന്നികളുടെയും രൂപത്തിൽ പോലും രൂപം മാറി വരാൻ അവർക്ക് സാധിക്കുമത്രേ. പാമ്പിന്റെ രൂപത്തിൽ വരാറുണ്ടവര്. അവരിൽ ചില ആളുകൾ ബഹുഭൂരിഭാഗം പറവകളായി പറക്കുന്നവരാണത്രേ. അവരിൽ വലിയൊരു വിഭാഗം കറുത്ത നായകളായും ഇഴജന്തുക്കളായും പാമ്പുകളായും നിലനിൽക്കുന്നുണ്ടെന്ന് പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും. അന്ധവിശ്വാസം പറയല്ല, സ്വഹീഹായ ഹദീസുകളുണ്ട്. മഹാനായ അബൂ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി താബിഈയാണ്. മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. അബൂ സഈദ് എന്നവരെ സ്വഹാബിയാണ്. ഹദീസ് സ്വഹീഹ് മുസ്ലിമിലുണ്ട്. ഇമാം മാലിക് എന്നവരെ മുവത്തയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സ്വഹീഹായ ഹദീസാണ്.
വളരെ ഭീതിതമായ, എന്നാൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്തെ ഉള്ള ഒരു സംഭവം. മഹാനായ താബിഈ, മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് അവരുടെ ശിഷ്യനും താബിഈയുമായ അബൂ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി കാണാൻ വരുമ്പോൾ മഹാനായ സ്വഹാബി അബൂ സഈദ് എന്നവർ നിസ്കരിക്കുകയായിരുന്നു. ഫഇദാ ഹുവ യുസല്ലി, മഹാനായ അബൂ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഗുരുനാഥൻ്റെ നിസ്കാരം കഴിയുന്നവരെ വീടിൻ്റെ പടിക്കൽ അങ്ങനെ കാത്തുനിന്നു. മഹാനവറുകൾ വീട്ടിലാണ്. ആ സമയത്ത് വീട്ടിൽ മറ്റാരുമില്ലെന്നറിയാം. നിസ്കാരം നടന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് വീട്ടിൽ അതിശക്തമായ ഒരു ശബ്ദം കേൾക്കുന്ന പോലെ, എന്തോ ഒരു സാധനം താഴേക്ക് വീണ പോലെ. മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ വീടാണത്. നോക്കുമ്പോൾ ഫഇദാ ഹിയ ഹയ്യത്തുൻ അദീമ, അതൊരു വലിയ സർപ്പമായിരുന്നു, പാമ്പായിരുന്നു അത്. ആ പാമ്പ് ഫഹമ്മ അൻ യഖ്തുലഹ, ഗുരുനാഥനായ സ്വഹാബി മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി എന്നവരെ നിസ്കരിക്കുകയാണ്. നിസ്കാരം നടന്നുകൊണ്ടിരിക്കെ വലിയ ഒരു സർപ്പം, വലിയൊരു പാമ്പ് ആ വീട്ടിനുള്ളിലേക്ക് കടന്നു വന്നപ്പോൾ അതിനെ കൊല്ലാൻ വേണ്ടി അബൂ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി വടിയെടുക്കാൻ വേണ്ടി പോകുമ്പോൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മഹാൻ അബൂ സഈദ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ ഒരു ആംഗ്യം കാണിച്ചുകൊണ്ട് അറിയിപ്പ് കൊടുത്തു, കൊല്ലല്ലേ എന്ന്, ആ പാമ്പിനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞു. നിസ്കാരം കഴിഞ്ഞു. മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബൂ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് അബൂ സഈദ് എന്നവരുടെ കൈ പിടിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. എന്നിട്ട് വേറൊരു വീട് കാണിച്ചു കൊടുത്തു. അറഅയ്ത തിൽഖദ്ദാർ, ആ വീട് നീ കണ്ടോ? ഫഇന്നഹാ കാനത് ദാറൻ ലിഫതൻ മിന്നാ മഅശറൽ അൻസ്വാർ, ഞങ്ങൾ അൻസ്വാരികളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ്റെ വീടായിരുന്നുവത്. ഞങ്ങളുടെ കൂട്ടത്തിൽ മദീനക്കാരനായ ഒരു അൻസ്വാരിയുടെ വീടായിരുന്നുവത്. ആ വീട്ടിലിപ്പോൾ ആരുമില്ല. കാന മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ ഖന്ദഖ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഖന്ദഖ് യുദ്ധം നടക്കുമ്പോൾ ആ ചെറുപ്പക്കാരനായ സ്വഹാബി ഹബീബിൻ്റെ കൂടെയുണ്ട്. ആ ചെറുപ്പക്കാരൻ കാന ഹദീഥ അഹ്ദിൻ ബിഉർസിൻ, കല്യാണം അടുത്തു കഴിഞ്ഞ ആളായിരുന്നു. ഫസ്തഅദനൽ ഫതൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസ്വാഫൻ നഹാർ അൻ യഅതിയ അഹ്ല. ഖന്ദഖ് യുദ്ധം നടക്കുമ്പോൾ ജൂതന്മാർ മുസ്ലിമീങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ച നേരത്ത് മക്കയിലെ മുശ്രിക്കുകളും ജൂതന്മാരും അറേബ്യയിലെ ഇസ്ലാം വിരോധികൾ മുഴുവനും ഒറ്റക്കെട്ടായി മദീനയെ പ്രതിരോധിക്കാൻ വന്നപ്പോൾ, മദീനയെ ഉപരോധിക്കാൻ വന്നപ്പോൾ ഹബീബായ നബിതങ്ങളും സ്വഹാബികളും കിടങ്ങു കുടിച്ച ചരിത്രമാണ് ഖന്ദഖിൻ്റേത്. ആ സ്വഹാബി നബിയോട് പറഞ്ഞു, നബിയേ ഞാനൊന്ന് വീട്ടിലേട്ട് പോയിക്കോട്ടെ, കല്യാണം കഴിഞ്ഞ ഉടനെ വന്ന ചെറുപ്പക്കാരനാണ്, പകൽ സമയത്ത് ഞാൻ എൻ്റെ ഭാര്യയുടെ അരികത്തേക്ക് പോയിക്കോട്ടെ എന്ന് സമ്മതം ചോദിച്ചു. അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ് ചരിത്രം. ഈ സംഭവം സ്വഹീഹ് മുസ്ലിമിലുണ്ട്. അബൂ സഈദ് തങ്ങൾ പറഞ്ഞു, ആ ചെറുപ്പക്കാരൻ നബി തങ്ങളുടെ സമ്മതം വാങ്ങി, ഹബീബായ നബി തങ്ങൾ സമ്മതം കൊടുത്തു. ഫഅദിന ലഹുൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം കൊടുത്തു. സ്വഹാബിമാർ മുഴുവനും കിടങ്ങ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്വഹാബി വീട്ടിലേക്ക് പോകണം, എനിക്ക് എൻ്റെ ഭാര്യയുടെ അരികത്തേക്ക് പോകണമെന്ന് ചോദിച്ചു. അയാളാണെങ്കിലോ ഉടനെ അടുത്ത് കല്യാണം കഴിഞ്ഞ ആളാണ്. ആ ചെറുപ്പക്കാരനെ തങ്ങൾ പറഞ്ഞേക്കുമ്പോൾ തങ്ങൾ പറഞ്ഞു, ഖുദ് അലൈക സിലാഹക ഫഇന്നി അഖ്ശാ അലൈക മക്റ ബനി യഹൂദ്, ഈ ജൂതന്മാരിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളോട് ഉപദ്രവം ചെയ്യുമോ എന്നെനിക്ക് പേടിയുണ്ട്, അതുകൊണ്ട് ആയുധം കയ്യിൽ കരുതി പോയേക്കണം എന്ന് റസൂലുള്ളാഹി തങ്ങൾ ഈ ചെറുപ്പക്കാരനോട് പറയുന്നു. ആ ചെറുപ്പക്കാരൻ ആയുധവും എടുത്ത് വീട്ടിലേക്ക് വന്നു. ഫവജദ അറൂസഹു അലാ ബാബിദ്ദാർ, മണവാട്ടിയായി പുതുനാരിയായി നിൽക്കേണ്ട പെണ്ണ്, വീടിനകത്ത് നിൽക്കേണ്ട ചെറുപ്പക്കാരി പെണ്ണ് വാതിലിന്റെ പുറത്ത്, വീടിന്റെ പുറത്ത് നിൽക്കുന്നതാണ് കാണുന്നത്. അത് കണ്ടപ്പോൾ ഫഅഖദതുഹുൽ ഗീറ, അറബികൾക്കൊരു അഭിമാന ബോധം കൊണ്ടുണ്ടാകുന്നൊരു ദേഷ്യമുണ്ട്. തൻ്റെ ഭാര്യയെ മറ്റാരും കാണരുത് എന്നവർക്ക് ആഗ്രഹമുണ്ട്. തൻ്റെ ഭാര്യ അങ്ങാടിയിലൂടെ ഇറങ്ങി നടക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. സ്വന്തം ഭാര്യയെ മറ്റാരെങ്കിലും കണ്ണുവെക്കുന്നതോ നോക്കുന്നതോ പോലും അവർക്കാർക്കും, ഒരു സത്യവിശ്വാസിക്കും ഇഷ്ടമല്ല. അതിനാണ് ഗീറത്ത് എന്ന് പറയാം. തൻ്റെ ഭാര്യ എന്തിനാണ് ഈ പട്ടാപ്പകല് നേരത്തെ വീടിൻ്റെ പുറത്തിറങ്ങി നിൽക്കുന്നത്? അൻസ്വാരിയായ സ്വഹാബിയായ ചെറുപ്പക്കാരന് എന്തെന്നില്ലാത്തൊരു ദേഷ്യം വരികയും തൻ്റെ ഭാര്യയുടെ നേരെ ആ കയ്യിൽ കരുതിയ ആയുധവുമായി വരുമ്പോൾ ആ പെണ്ണ് പറഞ്ഞു, ഉഖ്ഫുഫ് അലൈക റുംഹക് വദ്ഖുലിദ്ദാർ, നീ നിന്റെ കുന്തമൊക്കെ താഴെ വെച്ച്, ഭർത്താവെ നിങ്ങളുടെ കുന്തമൊക്കെ താഴെ വെച്ച് ആ വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കിൻ.
ഫലമ്മാ ദഖലദ്ദാറ, ആ വീടിനുള്ളിലേക്ക് ചെന്നപ്പോൾ വജദ ഹയ്യതൻ അദീമ മുൽസവിയതൻ അലാ ഫിറാഷിഹി, ആ ചെറുപ്പക്കാരന്റെ വിരിപ്പിൽ വലിയ ഭീമാകാരമായൊരു സർപ്പം കിടക്കുന്നത് കണ്ടു. ഫതഅനഹ, കയ്യിലൊരു കുന്തമുണ്ട്. ഭീമാകാരിയായ ഒരു വലിയ സർപ്പം തൻ്റെ ബെഡിൽ കിടക്കുന്നത് കണ്ടപ്പോൾ അത് പേടിച്ചിട്ടാണ് ആ പെണ്ണ് പുറത്തിറങ്ങി നിന്നത്. തൻ്റെ കയ്യിൽ ആയുധമുണ്ടല്ലോ, കയറിയ പാടെ ആ പാമ്പിനെ കുത്തുകയാണുണ്ടായത്. ആ സമയത്ത് ഈ ചെറുപ്പക്കാരൻ്റെ മീതെ ആ സർപ്പം കയറിക്കൂടുകയാണുണ്ടായത്. അവനെ കടിച്ചു, സർപ്പത്തെ വേദനിപ്പിച്ചപ്പോൾ രണ്ടുപേരും മരിച്ചു. അൽ ഹയ്യതു വൽ ഫതാ, ആ ചെറുപ്പക്കാരനും മരിച്ചു, ആ പാമ്പും ചത്തുപോയി. അബൂ സഈദ് തങ്ങൾ പറയുന്നു, ഫലാ യുദ്റാ അയ്യുഹുമാ അസ്ബഖു മൗതാ, ആരാണ് ആദ്യം മരിച്ചത് എന്ന് ഞങ്ങൾക്കറിയില്ല. രണ്ടുപേരും ഉടനെയാണ് മരിക്കുന്നത്. പാമ്പ് ഈ കുത്തേറ്റും ചത്തുപോകുന്നു. പാമ്പ് കടിയേറ്റ് ഈ ചെറുപ്പക്കാരനായ അൻസ്വാരിയായ ചെറുപ്പക്കാരനും മരിച്ചു. ഫഉഖ്ബിറൻ നബിയു, അല്ലാഹുവിന്റെ റസൂലിനോട് ചെന്ന് വിവരം പറഞ്ഞു. ഫഖാല, നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ബിൽ മദീനതി ഇഖ്വാനൻ ലക്കും മിനൽ ജിന്ന്, മദീനയിൽ നിങ്ങൾക്ക് ചില സഹോദരന്മാരുണ്ട്, ജിന്നുകളാണവരെ. ജിന്നുകളായ സഹോദരന്മാർ മദീനയിലുണ്ട്. ഫഇദാ റഅയ്തും മിസ്ല ഹാദാ, ഇതുപോലെയുള്ള പാമ്പുകളെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഫആദിനൂഹു സലാസൻ, 3 തവണ അവയ്ക്കൊരു അനുമതി കൊടുക്കണം, അവരെ നിങ്ങൾ അറിയിക്കണം. പുറത്തുപോ എന്ന് പറഞ്ഞ് ആ സർപ്പത്തോട് നിങ്ങൾ പുറത്തുപോയെന്ന് 3 പ്രാവശ്യം പറയണം. ഫഇൻ ബദാലകും മൻ തഖ്തുലൂഹു, 3 പ്രാവശ്യം പറഞ്ഞിട്ടും എന്ന് പറഞ്ഞിട്ടും അത് പോകുന്നില്ലെങ്കിൽ അത് പാമ്പാണ്. ഫഖ്തുലൂഹു, നിങ്ങൾക്കതിനെ കൊല്ലാം. ഫഇന്നമാ ഹുവ ശൈത്വാനുൻ, ഒന്നുകിൽ അത് പിശാച്ചാണ്, പിശാച്ചിനെ കൊല്ലുന്നതിന് വിരോധമില്ല. അല്ലെങ്കിൽ അത് സർപ്പമാണ്, ഉപദ്രവകാരികളായ ജീവികളെ കൊല്ലുന്നതിനും വിരോധമില്ലല്ലോ. എന്നാൽ ഏതെങ്കിലും ഒരു സർപ്പത്തെ കാണുമ്പോഴേക്കും ഒറ്റയടിക്ക് അതിനെ നിങ്ങൾ തച്ചുകൊല്ലരുതേ. 3 പ്രാവശ്യം അതിനോട് പോകാൻ പറഞ്ഞിട്ടേ അത് ചെയ്യാവൂ എന്ന് ഞങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുവെന്ന് മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു, ഇന്ത്യക്കാരോട് ബന്ധമുള്ളൊരു സ്വഹാബിയാണിത്. നമ്മുടെ നാട്ടുകാരനായ ചക്രവർത്തി പെരുമാൾ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ ചെന്ന ആ ഹദീസ്, ചന്ദ്രൻ പിറന്ന സംഭവം, കൊടുങ്ങല്ലൂരിൽ നിന്ന് ഹബീബായ നബി തങ്ങളുടെ മുഅ്ജിസത്ത് കണ്ടിട്ട് മദീനയിൽ ചെന്ന് ഹബീബിനെ കാണാനും ഇസ്ലാം സ്വീകരിക്കാനും പോയ മലയാളിയായ രാജാവിൻ്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തന്ന സ്വഹാബി ഈ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവാൻ. ആ സ്വഹാബിയാണ് തൻ്റെ വീട്ടിൽ വന്ന സർപ്പത്തെ നിങ്ങൾ കൊല്ലേണ്ടതില്ല എന്ന് പറഞ്ഞത്, കൊല്ലാതെ വിടാൻ പറഞ്ഞു. അങ്ങനെ ആ സർപ്പം പിന്നെ ഡിസപ്പിയർ ആയതിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. മഹാനായ അബൂ സഈദ് തങ്ങൾ പറയുന്നത്, ചില ജിന്നുകൾ രൂപം മാറാൻ കഴിവുള്ളവരാണ്. ചില ജിന്നുകൾക്ക് പാമ്പിന്റെ രൂപത്തിൽ കടന്നു വരാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് സ്വഹാബികൾക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബി, ആലിമീങ്ങളുടെ നേതാവായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ദഖൽതു ബൈതി, ഞാൻ എൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ഇമാം ബൈഹഖി എന്നവരുടെ ഹദീസിന്റെ ഗ്രന്ഥം ദലായിലുൻ നുബുവയിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. സ്വഹീഹായ സംഭവം. ജിന്നുകളിൽ കാഫിറുകളായ ജിന്നുകളെ അറിയാൻ കാണാൻ അവസരമുണ്ടായവർ ഒറിജിനൽ രൂപത്തിലല്ല, പാമ്പിന്റെ രൂപത്തിൽ. മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നതൊന്നും അന്ധവിശ്വാസമല്ല, ഇത് പരിശുദ്ധമായ ഹദീസിന്റെ വെളിച്ചത്തിൽ പ്രമാണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ നിഷേധിച്ചിരുന്ന ആളുകൾക്ക് ഇപ്പോഴെങ്കിലും ബോധ്യം വന്നിട്ടുണ്ട്. ജിന്നുകളുടെ ലോകത്തെ സംബന്ധിച്ചുള്ള മഹാത്ഭുതങ്ങൾ അവർ പഠിക്കുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബി പറയുന്നു, മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ദഖൽതു ബൈതി, ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെന്നു. വഅഗ്ലഖ്തു അലയ്യൽ ബാബ, ഞാൻ വാതിലടച്ചപ്പോൾ വാതിലിൻ്റെ ഇടയിലൂടെ ഒരു നൂല് പോലത്തൊരു സാധനം ഇങ്ങനെ കയറി വരുന്നു. ഈ ഹദീസ് കേൾക്കുമ്പോൾ വീട്ടിൽ പോയിട്ട് പേടിക്കേണ്ട പെണ്ണുങ്ങളെ. ഇതുള്ള സംഭവങ്ങൾ ഹദീസുകൾ നമ്മൾ പരിചയപ്പെടുകയാണ്. ഇപ്പം ഇന്ന് പാമ്പ് കണ്ടിട്ട് ഉറക്കം വരാണ്ടായി പോകുമെന്ന് അപ്പോൾ പേടി. അതൊന്നും പേടിക്കണ്ട, കാണുന്നതെല്ലാം ജിന്നാണെന്ന് വിചാരിക്കും വേണ്ട. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കണം. ഇതിന് ചില പ്രതിവിധികളാണ് വഴിയെ പറയാനുള്ളത്. വിഷയത്തിൻ്റെ കാതൽ വശം അവിടെയാണ്. എങ്ങനെ നമുക്കിവരെ പ്രതിരോധിക്കാം, അവരുടെ ദുൽമുകൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ നമുക്കതിൻ്റെ ദുൽമുകളെ തടയാം, ആ പ്രതിവിധിയും ശറഅ് തന്നെ പഠിപ്പിച്ചിരിക്കുകയാണ്.
മുആദ് റളിയല്ലാഹു അൻഹു പറയട്ടെ, ഞാൻ അങ്ങനെ നോക്കുമ്പോ വഇദാ അന മിൻ സഖബിൽ ബാബി ബിസുഅബാനിൻ ദഖല കഅന്നഹുൽ ഖൈത്ത്, ഒരു നൂല് പോലെ ഒരു സാധനം ഇങ്ങനെ വാതിലിൻ്റെ ഇടയിലൂടെ, വലിയൊരു പാമ്പിന് വരാനുള്ള ഇടയൊന്നും വാതിലിനില്ല, അന്നത്തെ ചെറിയ കൊച്ചു കൊച്ചു വീടുകളാണ്, എന്നാൽ പോലും അതിൻ്റെ ഇടയിലൂടെ ഒരു സാധനം ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ 2-3 നൂല് പോലെ, കുറച്ച് നൂലുകൾ ഇങ്ങനെ കയറി വരുന്ന പോലെ, പിന്നെ അത് കൂടിച്ചേർന്നൊരു പാമ്പിൻ്റെ രൂപത്തിലേക്കായി മാറുന്നു. ഇത് ഞാൻ കണ്ടു, എൻ്റെ വീട്ടിൽ അത് ചുറ്റിക്കടന്നു. അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഖുൽതു ബിസ്മില്ലാഹ്, ഞാൻ പറഞ്ഞു ബിസ്മില്ലാഹ്. ഇത് പറഞ്ഞപ്പോൾ ഫഖ്തഫാ അന്നി, പിന്നെ അതിനെ കാണാനില്ല, അതങ്ങ് പോയി. ബിസ്മില്ലാഹി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതിനെ കാണാനില്ല, അതങ്ങ് കരിഞ്ഞ പോലെ ആയിപ്പോയി. കഅന്നഹു ഇഹ്തറഖ, തീ തട്ടിയിട്ട് കരിഞ്ഞു പോകുന്ന പോലെ. ഫഅതൈതു ഇല റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അരികത്തേക്ക് ചെന്നു. അല്ലാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, ഇങ്ങനൊരു സംഭവം ഉണ്ടായി. തങ്ങൾ പറഞ്ഞു ദാക ജാന്നുൻ, അത് പിശാചാണ്, അത് ജിന്നാണ്. ഫഇദാ അഹ്സസ്ത ബിഹി, അങ്ങനെ പൈശാചികമാണ്, ജിന്നാണെന്ന് തോന്നുകയാണെങ്കിൽ ഫദ്കുരില്ലാ, അവിടെ അല്ലാഹുവിൻ്റെ പേരുച്ചരിക്കണം, ബിസ്മില്ല ഓതണം, ഖുർആൻ ഓതുക, അല്ലെങ്കിൽ ദിക്ർ ചൊല്ലുക, അല്ലെങ്കിൽ വാങ്ക് വിളിക്കുക, അല്ലെങ്കിൽ ആയത്തുൽ കുർസി ഓതുക. വഖറഅ ശൈഅൻ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് എന്തെങ്കിലും ഓതണം. ഫഇന്നഹു സൗഫ യഹ്തരിഖു, തീർച്ചയായും അത് കത്തിക്കരിഞ്ഞു പോകുന്ന പോലെ നിനക്ക് കാണാൻ കഴിയും. മുആദേ, പേടിക്കണ്ട. ദാക ജാൻ, അതൊരു പിശാചായിരുന്നുവെന്ന്, ജിന്നായിരുന്നുവെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹ് മുസ്ലിമിൽ മറ്റൊരു ചരിത്രമുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുംനാ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ബിനാ സ്വലാത്ത ളുഹ്രി അവൽ അസ്ർ, നബി തങ്ങളോടുകൂടെ ഞങ്ങൾ ളുഹ്റോ അസ്റോ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന നേരം നബി തങ്ങൾ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി നബി തങ്ങൾ കൈകൂട്ടി പിടിച്ചു. വബദഅ യഖറഉ, നബി തങ്ങൾ ഖുർആൻ ഓതാൻ തുടങ്ങി. സമിഅനാഹു യഖൂലു ഫിസ്സലാ, നിസ്കാരത്തിൽ നബി തങ്ങൾ പറയുന്നത് ഞങ്ങൾ കേട്ടു. അഊദു ബില്ലാഹി മിൻക, അഊദു ബില്ലാഹ്, അഊദു ബില്ലാഹ്, അൽഅനുക ബിലഅനതില്ലാഹ്. തങ്ങൾ ഇങ്ങനെ ബാക്കോട്ട് വരുന്നുണ്ട്. തങ്ങൾ ബാക്കോട്ട് ഒരൽപ്പം പിന്നിലേക്ക് നടക്കുകയും നിസ്കാരത്തിൽ മെല്ലെ നബി തങ്ങൾ ചവിട്ട് വെച്ച് മെല്ലെ ബാക്കോട്ട് മാറുകയും അഊദു ബില്ലാഹി മിൻക, അഊദു ബില്ലാഹ്, അഊദു ബില്ലാഹ്, ഞാൻ നിന്നിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു. അഊദു ബില്ലാഹ്, അല്ലാഹുവേ കാക്കണേ. അഊദു ബില്ലാഹ്, അല്ലാഹുവേ കാക്കണേ. അൽഅനുക ബിലഅനതില്ലാഹ്, അല്ലാഹു നിന്നെ ശപിച്ചിട്ടുണ്ട്, ആ ശാപം വെച്ച് ഞാൻ നിന്നെ ശപിക്കുകയാണ് എന്ന് പറഞ്ഞ് പിന്നോട്ട് നബി തങ്ങൾ കാലെടുത്ത് വെക്കുന്നതും ഞങ്ങൾ കണ്ടു. സലാം വീട്ടിയപ്പോ ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, സമിഅനാക തഖൂലു കദാ വകദാ, അങ്ങ് നബിയെ നിസ്കാരത്തിൽ ഇങ്ങനെ പറയുന്നത് കേട്ടല്ലോ, എന്താ നബിയെ കാര്യം? അഊദു ബില്ലാഹി മിൻക, അഊദു ബില്ലാഹി, അഊദു ബില്ലാഹ്, അൽഅനുക ബിലഅനതില്ലാഹ്. ആരെയാ നബിയെ അങ്ങ് ശപിച്ചത്? ആരിൽ നിന്നാ നബിയെ അങ്ങ് അല്ലാഹുവിനോട് കാവൽ ചോദിച്ചത്? അങ്ങ് ബാക്കിലോട്ട് നടക്കുന്ന പോലെ ഞങ്ങൾക്ക് തോന്നിയല്ലോ നബിയെ. അല്ലാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, അവസമിഅ്തുമൂനി, നിങ്ങളത് കേട്ടുവോ? ഖുൽനാ നഅം യാ റസൂലല്ലാഹ്, ഞങ്ങൾ കേട്ടു നബിയെ, ഞങ്ങൾ കേട്ടു. ഖാല, ഹബീബായ നബി ഞങ്ങൾ പറയുന്നു, വല്ലദീ നഫ്സീ ബിയദി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലഖദ് അറദ ലീ ജാന്നുൻ വഅന ഫിസ്സലാഹ് മഅഹു വഖ്തുൻ കാദ അൻ യഹ്രിഖ വജ്ഹി, ഞാൻ നിസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോൾ ലഖദ് അറദ ലീ ജാന്നുൻ, അതായത് ഒരു പിശാച് എൻ്റെ മുമ്പിലേക്ക് വന്നു നിസ്കരിക്കുമ്പോൾ, വഅന ഫിസ്സലാഹ് മഅഹു വഖ്തുൻ കാദ അൻ യഹ്രിഖ വജ്ഹി, അവൻ്റെ കയ്യിൽ ഒരു തീക്കനലുണ്ടായിരുന്നു, തീക്കൊള്ളിയുണ്ടായിരുന്നു, തീയുള്ളത്. ആ തീക്കൊള്ളി കൊണ്ട് എൻ്റെ മുമ്പിലേക്ക് വന്നു. കാദ അൻ യഹ്രിഖ വജ്ഹി, എൻ്റെ മുഖത്തേക്ക് കുത്താൻ വേണ്ടി അവൻ വന്നപ്പോഴാണ് അഊദു ബില്ലാഹി മിൻക, നിന്നിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു. അഊദു ബില്ലാഹ്, അഊദു ബില്ലാഹ്, അൽഅനുക ബിലഅനതില്ലാഹ്, ഞാൻ അല്ലാഹു നിന്നെ ശപിച്ച ലഅനത്ത് വെച്ച് നിന്നെ ശപിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ മുഖത്തേക്ക് അവൻ തീക്കനലുമായി വന്നപ്പോഴായിരുന്നു സ്വഹാബികളെ എന്ന് റസൂലുള്ളാഹി തങ്ങൾ. വല്ലദീ നഫ്സീ ബിയദി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഫമസഖ്തുഹു, ഞാൻ അവനെ പിടിച്ചു. ഹത്താ വജത്തു ബർദ ലുആബിഹി അലാ യദിയ,
ഞാൻ അവൻ്റെ കഴുത്തിന് പിടിച്ചപ്പോൾ അവൻ്റെ വായയുടെ ഉമിനീര് എൻ്റെ കയ്യിലേക്ക് ഉറ്റുകയും ആ ഉമിനീരിൻ്റെ തണുപ്പ് ഞാൻ എൻ്റെ കയ്യിൽ അനുഭവിക്കുകയും ചെയ്തു എന്ന് പരിശുദ്ധ റസൂൽ. സ്വഹീഹ് മുസ്ലിമിൽ അബൂദർദ എന്നവർ ഉദ്ധരിക്കുന്ന ഭാഗത്ത് അങ്ങനെ കാണാൻ കഴിയും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്തിൽ അത് കാണില്ല. വല്ലദീ നഫ്സീ ബിയദി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലൗ ശിഅ്തു, ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ലറബത്തുഹു ബിസാരിയത്തിൻ മിൻ സവാരിൽ മസ്ജിദ്, ഈ മദീന പള്ളിയുടെ ഏതെങ്കിലും ഒരു തൂണിൽ ആ പിശാചിനെ പിടിച്ചു കെട്ടാൻ എനിക്ക് കഴിയുമായിരുന്നു. യൽഅബു ബിഹി അത്ഫാലുൽ മദീന, മദീനയിലെ കുട്ടികൾ ആ പിശാചിനെ കൊണ്ട് കളിക്കുമായിരുന്നു. എന്നാൽ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലൗലാ ദഅവതു അഖീ സുലൈമാൻ, എൻ്റെ സഹോദരനായ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ ആ ദുആ ഇല്ലായിരുന്നുവെങ്കിൽ ലഖബത്തുഹു, ഞാൻ അവനെ പിടിക്കുകയും വറബത്തുഹു, ഞാൻ അവനെ പിടിച്ചു കെട്ടുകയും ചെയ്യുമായിരുന്നു. ആ പിശാചിനെ പിന്നെ മദീനയിലെ കുട്ടികൾ ആ പിശാചിനെ തട്ടിക്കളിക്കുമായിരുന്നു. അങ്ങനെ ചെയ്യാൻ എനിക്ക് കഴിയുമായിരുന്നു. എന്നാൽ എൻ്റെ സഹോദരനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടുണ്ട്, റബ്ബേ പിശാചുക്കളെ എനിക്ക് കീഴ്പ്പെടുത്തി തന്ന പോലെ മറ്റൊരാൾക്കും നീ കൊടുക്കരുതേ എന്ന് പിശാചുക്കളുടെ വിഷയത്തിൽ സുലൈമാൻ നബി അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടുണ്ട്. ഖാല റബ്ബിഗ്ഫിർ ലീ വഹബ് ലീ മുൽക്കൻ ലാ യൻബഗി ലിഅഹദ് لا ينبغي لأحد من بعدي إنك أنت الوهاب وآخرين مقرنين في الأصفاد هذا عطاؤنا فامنن أو أمسك بغير حساب وأن له عندنا لزلفى وحسن مآب وإن له عندنا لزلفى وحسن مآب. ജിന്നുകളുടെ അധികാരം സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുത്തു. എൻ്റെ അധികാരം പോലോത്തത് മറ്റൊരാർക്കും ഉണ്ടാവരുതേ എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു. അള്ളാഹു എനിക്കും കഴിവ് തന്നിട്ടുണ്ട്. പക്ഷെ ആ പ്രവാചകന്റെ ദുആ അങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് ആഗ്രഹിച്ചതിൻ്റെ പേരിലാണ് ഞാൻ അവനെ പിടിച്ചു കെട്ടാതിരുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാചുക്കൾ നുണ പറയുന്നവരാണ്. ജിന്നുകളിൽ നുണ പറയുന്ന വലിയൊരു വിഭാഗമുണ്ട്. വലിയൊരു വിഭാഗം നുണ പറയുന്നവർ, അവരിൽ സ്വാലിഹീങ്ങളുണ്ട്, നല്ല ആളുകൾ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ആയത്തുൽ കുർസിയുടെ മഹത്വം മനസ്സിലാക്കി കൊടുത്തത് പിശാചായിരുന്നുവല്ലോ. അത് സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസാണ്. ഫി സ്വഹീഹൈനിൽ കാണാൻ കഴിയും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഹബീബായ നബി തങ്ങൾ അബൂ ഹുറൈറ തങ്ങളെ, മഹാനായ അബൂ ഹുറൈറ തങ്ങളെ സക്കാത്തിന്റെ സ്വത്ത് സൂക്ഷിച്ചു വെക്കുന്ന ഗ്രൈനറിയുടെ സൂക്ഷിപ്പുകാരനായി, അവിടുത്തെ ഗേറ്റ് കീപ്പറായി നിയമിച്ചിട്ടുണ്ട്. അബൂ ഹുറൈറ തങ്ങളാണെങ്കിലോ വളരെ ദാരിദ്ര്യമുള്ള സ്വഹാബിയായിരുന്നു. ദൗസ് ഖബീലയിൽ നിന്ന് മദീനയിലേക്ക് വന്നവരെ ഉമ്മയും കുടുംബവും മക്കളും എല്ലാം മാറ്റിവെച്ച് ആദ്യം ഒറ്റക്കാണ് വന്നത്, പിന്നെയാണ് ഉമ്മയെ കൊണ്ടുവന്നത്. പാവമായ സ്വഹാബിയാണ്, ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെട്ട സ്വഹാബിയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വിശപ്പ് സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മിമ്പറിൻ്റെയും ഹബീബിൻ്റെ വാതിലിൻ്റെയും ഇടയിൽ ഞാൻ ബോധം കെട്ടി വീഴുമായിരുന്നു. ആളുകൾ വിചാരിക്കും എനിക്ക് ജിന്നുബാധയാണെന്ന്. ഞാൻ അവിടെ കിടന്ന് പിടക്കും, എനിക്ക് അപസ്മാരമാണെന്നോ മറ്റോ ആളുകൾ വിചാരിക്കുമായിരുന്നു. എന്നാൽ എനിക്ക് അപസ്മാരമല്ല, വിശപ്പായിരുന്നു. എനിക്ക് ആളുകളോട് ചോദിക്കാൻ നാണമായിരുന്നു. പലപ്പോഴും ഞാൻ വിശന്ന് ബോധം കെട്ട് വീണ് കിടക്കുമ്പോൾ ചിലരെങ്കിലും എൻ്റെ തലയിൽ വന്ന് ഊതിത്തരും, ചിലർ ഖുർആൻ ഓതിപ്പോവും. അവരുടെ വിചാരം എനിക്ക് പിശാചുബാധയാണെന്നാണ്. വമാ ബി ജുനൂൻ, ചിലർ വിചാരിച്ചു ഞാൻ ഭ്രാന്തനാണെന്ന്. എനിക്ക് ഭ്രാന്തൊന്നുമല്ല. വമാ ബി ഇല്ലൽ ജൂ, വിശപ്പ് കൊണ്ടാണ് ഞാൻ അങ്ങനെ വീണിരുന്നത് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിന്നീട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ ആ സ്വഹാബിയെ സക്കാത്തിന്റെ കാര്യങ്ങൾ നിയമിച്ചിട്ടുണ്ടായിരുന്നു. സക്കാത്തിന്റെ വിഷയത്തിൽ സക്കാത്ത് സൂക്ഷിക്കുന്ന സ്ഥലത്തെ പാറാവുകാരനായി. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചതനുസരിച്ച് ഒരു രാത്രി ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് അതാനി ശൈഖുൻ കബീർ, പ്രായമായ ഒരാൾ വന്നു, നല്ല പ്രായമുള്ള ഒരു മനുഷ്യന്റെ രൂപത്തിൽ. ആ മനുഷ്യന്റെ കയ്യിൽ ഒരു വലിയൊരു ചാക്കുമുണ്ട്.
ആ മനുഷ്യൻ വന്നു, അഖദ യഹ്സൂ മിന ത്വആം, ഭക്ഷണം ഈത്തപ്പഴവും അവിടെയുള്ള ധാന്യവും ഇയാൾ ചാക്കിലാക്കാൻ തുടങ്ങുന്നു. അത് ധാന്യവും കാരക്കയും ഒക്കെ അവിടെ ഉണ്ട്. ഫഖബൽതു, ഞാൻ പിടിച്ചു ആ മനുഷ്യനെ. ഞാൻ പറഞ്ഞു, ലാ റഫഅന്നക ഇല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിന്റെ വിഷയം അല്ലാഹുവിന്റെ റസൂലിനെ അറിയിക്കാൻ പോകുന്നു. സകാത്തിന്റെ സ്വത്തിൽ നിന്ന് നീ കട്ടെടുക്കുകയാണോ? ഒരു പ്രായമായ മനുഷ്യന്റെ രൂപത്തിലാ വന്നത്. അപ്പൊ അയാൾ പറഞ്ഞു, ഇന്ദി അയാൽ, പാവമാണ്, ഒരുപാട് മക്കളുണ്ട്. വ അന ഫഖീർ, ഞാൻ മിസ്കീനാണ്, ഫഖീറാണ്. അന ഫഖീറുൻ വ അന മിസ്കീൻ, എന്നെ വിടണേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫറഹിംതുഹു ഫതറക്തുഹു, ഞാൻ അയാളെ വെറുതെ വിട്ടു, പാവല്ലേ എന്ന് വിചാരിച്ചു. നേരം വെളുത്തു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കഥ പറയുന്നതിന് മുമ്പ്, ഹബീബിന്റെ മുഅ്ജിസത്താണിത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബിയോടൊന്നും പറഞ്ഞിട്ടില്ല. മാ ഫഅല സീറുകൽ ബാരിഹ യാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ, നിങ്ങളുടെ ഇന്നലെ നിങ്ങൾ പിടിച്ചു വെച്ച ആള് എന്തേ ചെയ്തത്? അബൂ ഹുറൈറ തങ്ങൾ അങ്ങനെ ഒരാൾ വന്ന കഥയോ, കൈപിടിച്ചതോ, ദാരിദ്ര്യവും വിഷമവും പറഞ്ഞപ്പോൾ വെറുതെ വിട്ടതോ ഒന്നും നബിയോട് പറഞ്ഞിട്ടില്ല. പക്ഷേ നബി തങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചു, അബൂ ഹുറൈറ, നിങ്ങളുടെ ഇന്നലത്തെ ആ വിഷയത്തിൽ നിങ്ങളുടെ ധാന്യപ്പുരയിൽ നിന്ന് കട്ടെടുക്കാൻ വന്ന ആളിന്റെ കഥ എന്തായി എന്ന് ചോദിച്ചു. മഹാനായ നബി തങ്ങളോട് അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, റസൂലേ, ശകാ ഇലയ്യ ഹാജതൻ വഅയില ഫതറക്തുഹു വറഹിംതുഹു, നബിയെ, ദാരിദ്ര്യവും പ്രയാസവും പറഞ്ഞപ്പോൾ ഞാൻ അയാളെ വെറുതെ വിട്ടു നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ തുടങ്ങി, കദബക വസൗഫ യഊദ്, അബൂ ഹുറൈറ, ആ പറഞ്ഞത് നുണയാണ്, അവൻ ഇനിയും വരും. അബൂ ഹുറൈറ തങ്ങൾ പറയാണ്, രണ്ടാമത്തെ രാത്രിയും ഞാൻ കാത്തിരുന്നു, വരുമെന്നല്ലേ പറഞ്ഞത്, പറഞ്ഞ പോലെ അയാൾ വന്നു. ഞാൻ അയാളെ പിടിച്ചു. എന്തായാലും ഞാൻ നബി തങ്ങളെ അറിയിക്കും ഈ വിഷയമെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, അന മുഹ്താജ്, ഞാൻ പാവമാണ്, മിസ്കീനാണ്, ദുഅയാൽ, ഒരുപാട് കഷ്ടപ്പാട് കൊണ്ട് നിവൃത്തികേട് കൊണ്ട് ചെയ്തതാണ്. റസൂലുള്ളാഹിനോട് പറയല്ലേ, എന്നെ നീ കുറ്റപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു ദുആയിരക്കാൻ തുടങ്ങി. ഞാൻ അവനെ വെറുതെ വിട്ടു. എന്തൊക്കെയോ വിളിച്ചു പറയാൻ തുടങ്ങി. ഞാൻ അയാളെ വെറുതെ വിട്ടു. നേരം വെളുത്തപ്പോ നബി തങ്ങൾ വീണ്ടും ചോദിച്ചു, മാ ഫഅല സീറുകൽ ബാരിഹ യാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ, ഇന്നലെ രാത്രി നിങ്ങൾ പിടിച്ചു വെച്ച ആള് എന്ത് ചെയ്തു? പിന്നെ ഇപ്പൊ കഥ പറഞ്ഞു, പൊന്നാര നബിയെ, ദാരിദ്ര്യവും വിഷമവും സങ്കടമൊക്കെ പറഞ്ഞപ്പോ എനിക്ക് അയാളെ പിടിച്ചു കൊണ്ടുവരാൻ തോന്നിയില്ല നബിയെ, ഞാൻ വെറുതെ വിട്ടു. തങ്ങൾ വീണ്ടും പറഞ്ഞു, ഖദബക, അവൻ നുണയാ പറഞ്ഞത്, വസൗഫ യഊദ്, അവൻ ഇനിയും വരും. അങ്ങനെ മൂന്നാമത്തെ ദിവസം വരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഡ്യൂട്ടിയിലാണ്. ആ സമയത്ത് ആ മനുഷ്യനെ പിടിച്ചു. മനുഷ്യരൂപത്തിൽ പ്രായമുള്ള ഒരാളായിട്ടാ വന്നത്. കൈയിന് പിടിച്ചു. വല്ലാഹി ലാ റഫഅന്നക, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് നിന്നെ പിടിച്ചു കൊണ്ടുപോവുകയാണ്. ആ മനുഷ്യന്റെ വസ്ത്രം കൂട്ടിപ്പിടിച്ചു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ തങ്ങളോട് പറഞ്ഞു ആ നേരത്ത്, ഉത്റുക്നി വഅല്ലിമുക ശൈഅൻ ഇദാ അംസൈത വഖുൽതഹു ലാ യഖ്റുബുക ശൈത്വാൻ, ഞാനൊരു കാര്യം പഠിപ്പിച്ചു തരാം, ഒരു ഇൽമു ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ വൈകുന്നേരമാവുകയും ഞാൻ പറയുന്ന പോലെ പറയുകയും ചെയ്താൽ ഒരു പിശാചും നിങ്ങളെ ഉപദ്രവിക്കാൻ വരികയില്ല, ഒരു പിശാചും നിങ്ങളെ ഉപദ്രവിക്കാൻ വരികയില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണെങ്കിലോ ഇൽമു പഠിക്കാൻ വല്ലാത്ത ആഗ്രഹമുള്ള സ്വഹാബിയാണ്. ഹബീബായ നബി തങ്ങളുടെ കൂടെ വളരെ കുറഞ്ഞ വർഷങ്ങളെ കൊണ്ടല്ലേ ആയിരക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമാക്കിയത്. ആ സ്വഹാബിക്ക് ഒരു കാര്യം പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവിടെ വീണുപോയി. എന്താ പറയേ? അവൻ പറഞ്ഞു, ഖുൽ, നിങ്ങൾ പറയണം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആയത്തുൽ കുർസി ഒന്ന് ഓതി നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി
يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഒരായത്താണിത്, ഒറ്റായത്ത് സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്ത്. ആയത്തുൽ കുർസി നിങ്ങൾ ഉറങ്ങുന്ന സമയത്തോ വൈകുന്നേരമോ ഓതിയാൽ ആ രാത്രി നിങ്ങളെ പിശാച് സമീപിക്കില്ല. എന്തിനാ പേടിക്കണത്? ഒരു പിശാച് ഉപദ്രവിക്കാൻ കഴിയില്ല ആയത്തുൽ കുർസി ഉണ്ടെങ്കിൽ. ഖുൽഹാ ഇദാ അംസൈത വഇദാ അസ്ബഹത, നേരം വെളുത്താൽ ആയത്തുൽ കുർസി ഓതിയാൽ ലാ യഖ്റുബുക ശൈത്വാൻ, ഒരു പിശാചും നിങ്ങളുടെ അരികത്തേക്ക് അടുക്കുകയില്ല. രാത്രി ഓതിയാൽ രാത്രിയിലും കാവലുണ്ടാകും. ഇത് പറഞ്ഞപ്പോ ഞാൻ അവനെ വെറുതെ വിട്ടു, അവൻ പോവുകയും ചെയ്തു. നേരം വെളുത്തപ്പോ തങ്ങൾ എന്നോട് ചോദിച്ചു, മാ ഫഅല സീറുക, എന്തായി അബൂ ഹുറൈറ, നിങ്ങളുടെ ജയിൽ പുള്ളി എന്തായി, നിങ്ങളാ പിടിച്ചു വെച്ച ആളുടെ കഥ എന്തായി? അപ്പൊ കഥ പറഞ്ഞു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയേ വഅല്ലമനി ആയതൻ, വിശുദ്ധ ഖുർആനിലെ ഒരായത്തിന്റെ മഹത്വം എനിക്ക് പറഞ്ഞു തന്നു നബിയേ. അപ്പൊ ഞാൻ അയാളെ വെറുതെ വിട്ടു. തങ്ങൾ ചോദിച്ചു, എന്താ പഠിപ്പിച്ചത്? ഇപ്പൊ പറഞ്ഞു, എന്നോട് ആയത്തിൽ കുറിച്ച് പഠിപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് രാത്രി ഓതിയാൽ ഒരു പിശാചും നിന്റെ അടുത്ത് വരില്ല എന്ന് പറഞ്ഞു. ഖാല റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വദഖക, അവൻ ആ പറഞ്ഞ വിഷയം സത്യമാണ്. വഹുവ കദൂബ്, അവൻ നുണ പറയുന്നവനാണ്, അവൻ സ്ഥിരം നുണ പറയുന്ന ആളാണ്. എന്നാൽ ഇപ്പറഞ്ഞ കാര്യം സത്യമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട്, സ്ഥിരം നുണ പറയുന്ന ആളാണ്, പക്ഷെ ഈ പറഞ്ഞത് സത്യമാണ്. അങ്ങനെ ഉണ്ടാവൂലേ? എപ്പോഴും നുണ പറയുന്ന ആളെ എപ്പോഴെങ്കിലും സത്യം പറയാലോ. അവൻ നബി തങ്ങൾ ചോദിച്ചു, അബൂ ഹുറൈറ, ആരാണ് വന്നിരുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ? ഇല്ല നബിയേ. ദാക ശൈത്വാൻ, അത് പിശാചായിരുന്നു, ശൈത്വാനായിരുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അബൂ ഹുറൈറ തങ്ങൾക്കുണ്ടായ അനുഭവം. ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുണ്ട്. വളരെ സ്വഹീഹായ പ്രബലമായ സംഭവമാണിത്. മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഈ വിഷയങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസവുമില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ പിശാചിനോട് മൽപിടുത്തം നടത്തിയ സ്വഹാബിയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു രാത്രിയിൽ ഒരു ജിന്നിനെ കണ്ടപ്പോ ഫഖബല ബിയദിൽ ജാൻ, ഏതോ ഒരു മനുഷ്യരൂപത്തിൽ വരുന്നത് കണ്ടപ്പോ ഉമർ തങ്ങൾക്ക് തോന്നി ഇവൻ പിശാചാണോ എന്ന്. കൈപിടിച്ചു ഒരറ്റപ്പെടുത്താം. പിടിച്ചപ്പോഴേ നമുക്കൊരു മൽപിടുത്തം നടത്തിയാലോ? അവൻ പറഞ്ഞു, ഞാൻ ജിന്നുകളിൽ കേമനായ ജിന്നാണ്, ഞാൻ ഭയങ്കര ഇഫ്രീത്താണ്, കഴിവുള്ളവനാണ്. ഉമർ തങ്ങൾക്കുണ്ടോ ജിന്നുകളെ പേടി? ഉമർ എന്നവരെ കുറിച്ചല്ലേ നബി തങ്ങൾ പറഞ്ഞത്? ഉമർ എന്നവരെ കുറിച്ചാ പറഞ്ഞു, ഉമറേ, നിങ്ങളെങ്ങാനും ഒരു വഴിയിലൂടെ വരികയാണെങ്കിൽ ഉമറേ, പിശാചൊരു വഴിയിലൂടെ വരുമ്പോ നിങ്ങളെ കാണുകയാണെങ്കിൽ അവൻ വേറെ വഴിക്ക് പോകും ഉമറേ, അത്രക്ക് നിങ്ങൾ അവന് പേടിയാണ്. എന്നാൽ ജിന്നുകളിൽപ്പെട്ട ഒരു ജിന്നിനെ, വലിയൊരു ഇഫ്രീത്തിനെ മഹാനായ ഉമർ എന്നവർ കണ്ടുമുട്ടുന്നു. മൽപിടുത്തം നടത്തുന്നു. ഉമർ എന്നവരെ അടിച്ചവനെ താഴെ വീഴ്ത്തുന്നു. എഴുന്നേറ്റിട്ട് വീണ്ടും കയ്യിനെ ആങ്ങിപ്പിടിച്ചപ്പോ പറഞ്ഞു, നിന്റെ കൈകൾ എന്താ ഇത്ര ദുർബലം? അവൻ പറഞ്ഞു, ഞാൻ ജിന്നുകളിലെ കേമനാൻ, എന്നെ ഒന്നുകൂടെ മൽപിടുത്തം നടത്തി തോൽപ്പിക്കാമോ? എന്നാൽ പറഞ്ഞു തരാം. രണ്ടാമതും അവനെ അടിച്ച് താഴെ വീഴ്ത്തുന്നു. മൂന്നാമത്തെ തവണ അവൻ പറഞ്ഞു കൊടുത്തു, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ദുർബലനാവാൻ കാരണം ഉമറേ, ഫഇന്നക തുക്സിറു മിൻ ഖിറാഅത്തി ആയത്തിൽ കുർസി, നിങ്ങൾ ആയത്തിൽ കുർസി ഏറ്റവും കൂടുതൽ ഓതുന്ന ആളാണ്. ആയത്തിൽ കുർസി ഓതുന്ന ആളുടെ മുമ്പിൽ ഞങ്ങൾ വളരെ ദുർബലന്മാരാണെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്, മഹാനായ ഉമർ തങ്ങളോട് ഈ പിശാച് പറഞ്ഞിട്ടുണ്ട്, ജിന്ന് പറഞ്ഞിട്ടുണ്ട്, ആയത്തുൽ കുർസി ഓതുന്നവരുടെ അരികത്ത് ഞങ്ങൾ വളരെ ദുർബലരാണ്. അങ്ങനെ വല്ലാതെ അള്ളാഹു നമുക്ക് നൽകിയ ഒരു ആയുധമാണ്. പിശാചുക്കളെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും കരുത്തുള്ള ആയുധമാണ് ആയത്തുൽ കുർസി. പൈശാചിക ബാധയേറ്റ ആളുകളെയൊക്കെ വളരെ പെട്ടെന്ന് ചികിത്സിക്കാൻ കഴിയുന്ന, ഏറെക്കുറെ അള്ളാഹു ശിഫ നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു സബബാണ് ആയത്തുൽ കുർസി. അത് സംസം വെള്ളമുണ്ടെങ്കിൽ സംസം വെള്ളത്തിലേക്കൊരു 7 തവണ
7 തവണ സൂറത്തുൽ ഫാത്തിഹായും ഓതിയിട്ട് ആ രോഗിക്ക് കുടിക്കാൻ കൊടുത്താൽ അള്ളാഹുവിൻ്റെ മഹദായ ഫദലുണ്ടെങ്കിൽ, ഷിഫാഇൻ്റെ കാരണം അള്ളാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗിക്ക് ഷിഫ കിട്ടുമെങ്കിൽ ഇതുകൊണ്ടവർക്ക് ഷിഫ കിട്ടിയിരിക്കും. അള്ളാഹു നമ്മുടെ രോഗികൾക്ക് ഷിഫ നൽകട്ടെ. ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ്. നമ്മൾ അറിയണേ, ആളുകളെ ബുദ്ധിമുട്ടാക്കുന്ന പണികൾ ചെയ്യുന്ന ആളുകളുണ്ട്. അതാണ് സിഹർ, ഓരോരുത്തരെ ബുദ്ധിമുട്ടാക്കുന്നത്. നല്ല ജീവിതത്തിൽ സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നവരെ ദുഃഖിതരാക്കി മാറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ നല്ല ആരോഗ്യത്തോടെ നടക്കുന്ന ഒരാളെ ദുർബലനായി നശിച്ചു പോകാൻ കൊതിക്കുന്ന വളരെ ദുഷ്ടരായ മനസ്സുള്ള ആളുകൾ, സാമ്പത്തികമായ അഭിവൃദ്ധി അള്ളാഹു നൽകുമ്പോൾ അവർക്ക് തകർച്ചയുണ്ടാവാൻ അസൂയപ്പെടുന്ന ആളുകളെ ഏതാനും ചില്ലിക്കാശ് കൊടുത്ത പെണ്ണുങ്ങളാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടത്, വമിൻ ശർരിൻ, ജപനം നടത്തുന്നവരെ, അതുപോലെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവരെ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലബീദ് ഇബ്നു അസ്വം എന്ന് പറയുന്ന ജൂതനായ മനുഷ്യൻ, ബനൂ സുറൈഖ് ഗോത്രക്കാരനായ ജൂതൻ, അല്ലാഹുവിൻ്റെ റസൂലിന് സിഹർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാർക്കാണുള്ളത്? എന്നിട്ട് നമ്മുടെ കേരളത്തിലെ ചില ആളുകളാണ് പറയുന്നത് അത് ലഈഫാണ്, അങ്ങനെ സംഭവം ഉണ്ടാവാൻ പറ്റില്ലല്ലോ, അത് യുക്തിയോട് യോജിക്കുന്നില്ല. അങ്ങനെ അവർ പറയുന്നു. സനദ് സ്വഹീഹാണെങ്കിലും മത്തിനിൽ പ്രശ്നമുണ്ട്. മഅദല്ലാഹ്, നഖലുകളായി മനസ്സിലാക്കുകയും ആ നഖലുകളെ മനസ്സിലാക്കാൻ അഖ്ൽ ഉപയോഗിക്കുകയും ചെയ്യേണ്ടതിന് പകരം നഖലുകളെ സ്ഥാപിക്കാൻ തന്നെ അഖ്ൽ ഉപയോഗിക്കുന്ന ഏറ്റവും മൗഢ്യമായ ബിദ്അത്തിന്റെ ഏറ്റവും സ്വകാര്യമായിട്ട് ചോദിച്ചു, പ്രമാണങ്ങളുള്ളൊരു വിഷയം നിങ്ങൾ എങ്ങനെ നിഷേധിക്കുക? അതങ്ങനെയൊന്നുമില്ല. ഹബീബായ നബി തങ്ങളുടെ ദഅവത്തിന് അത് തടസ്സമായിട്ടില്ല. അങ്ങനെയെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. അങ്ങനെ ഒരു സംഭവം നടന്നില്ല. മുത്തുനബി തങ്ങൾക്ക് അസുഖമായി 6 മാസം. ആ അസുഖത്തിന്റെ കാരണം അല്ലാഹു തആല ഇബ്നു അമീർ എന്നവരോട്, അമാ റഅയ്ത സൂറതൈനി ഉൻസിലതാ അലയ്യ ലം യതഅവ്വദിൽ മുതഅവ്വിദൂന ബിമിത്ലിഹിമാ ഉഖബാ, നിങ്ങൾ അറിഞ്ഞോ എനിക്ക് അല്ലാഹു അടുത്ത് ഇറക്കി തന്ന 2 സൂറത്തുകൾ കാവല് ചോദിക്കാൻ, അല്ലാഹുവിനോട് കാവല് ചോദിക്കാൻ ഇത്രമേൽ ഉചിതമായ നല്ല ഒരു പോംവഴി വേറെയില്ല, നല്ലൊരു മാർഗം വേറെയില്ല. അത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസുമാണ്. ഹബീബായ നബി തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട മോള് ഫാത്തിമ ബീവിയുടെ 2 മക്കള് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായ അരികത്ത് വിളിച്ചിട്ട് ആ 2 മക്കളുടെ തലയിലും കൈവച്ചുകൊണ്ട് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഓതിയിട്ട് ആ 2 മക്കളുടെ തലയിൽ നബി തങ്ങൾ ഊതി കൊടുക്കുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കൊച്ചുമക്കൾക്കുള്ള സംരക്ഷണമാണ്. മുത്തുനബി തങ്ങൾ വഫാത്താകുന്ന കാലം വരെ ഹബീബായ നബി തങ്ങൾ ഈ 2 സൂറയും ഓതാതെ ഉറങ്ങാറില്ല. മുത്തുനബി തങ്ങൾക്ക് സ്വന്തമായി ഓതാൻ പ്രയാസമാവുകയും ആ സ്വന്തമായി നബി തങ്ങളുടെ കൈ കൊണ്ട് നബി തങ്ങൾക്ക് തടവാൻ കഴിയാത്ത വിധം ശരീരം തളർന്നു പോയപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ബീവി റളിയല്ലാഹു അൻഹ അത് ഓതുകയും ഹബീബായ നബി തങ്ങളുടെ പരിശുദ്ധമായ കൈ നബി തങ്ങളുടെ കൈയെടുത്തിട്ട് തങ്ങളുടെ കൈയിലേക്ക് ആയിഷ ബീവി ഊതുകയും തങ്ങളുടെ കൈ തന്നെ തങ്ങളുടെ ദേഹത്ത് ആയിഷ ബീവിയുടെ കൈ കൊണ്ട് ചലിപ്പിക്കുകയും ചെയ്തു. റജാ ബറകതിഹാ, ഹബീബായ നബി തങ്ങളുടെ ആ കൈപ്പള്ളയുടെ ബറക്കത്ത് കിട്ടാൻ വേണ്ടി എൻ്റെ കൈ കൊണ്ട് ഞാൻ തടവുന്നതിനേക്കാളും നല്ലത് ഹബീബായ നബി തങ്ങളുടെ കൈ കൊണ്ട് തടവലല്ലേ. ഞാനങ്ങനെ തടവി കൊടുക്കുമ്പോഴാണ് അല്ലാഹുവിൻ്റെ ഹബീബ് പറയുന്നത്, ഞാൻ ആ കൈ ഇങ്ങനെ തടവുമ്പോൾ നബി തങ്ങൾ കൈ വലിക്കുകയാണ്. അസുഖം ശിഫയാകുവാനോ രോഗം മാറാനോ ഇനി ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ അല്ലാഹുവിൻ്റെ അരികത്തേക്ക് പോവുകയാണ്. ഞാൻ ആ കൈ ഇങ്ങനെ തടവി കൊടുത്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കൈ വലിച്ചുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, അല്ലാഹുവേ നിന്റെ ഉന്നതമായ സ്ഥാനം, നിന്റെ ഉന്നതമായ സ്ഥാനം, ഞാൻ നിന്റെ ഉന്നതമായ സാമീപ്യത്തിലേക്ക് വരികയാണല്ലോ. ദുന്യാവിൽ നിൽക്കണോ നബിയെ? ആയുസ് തരാം, ആരോഗ്യം തരാം, സമ്പത്ത് തരാം, എൻ്റെ അരികത്തേക്ക് പോരുന്നോ എന്ന് അല്ലാഹു ചോദിച്ചപ്പോൾ ഞാൻ അല്ലാഹുവേ നിന്റെ അരികത്തേക്ക് വരികയാണെന്ന് അല്ലാഹുവിന് മറുപടി കൊടുത്ത മറുപടിയായിരുന്നു അത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഖുയ്യിർത വഖ്തർത യാ റസൂലല്ലാഹ്, നബിയേ അല്ലാഹു നിങ്ങൾക്ക് ഇവിടെ നിൽക്കണോ പോരണോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ അല്ലാഹുവിനെ തെരഞ്ഞെടുത്തല്ലേ നബിയെ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സങ്കടപ്പെട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ഹബീബിന്റെ വിയോഗം താങ്ങാൻ കഴിയാതെ വന്നപ്പോൾ ആ സമയത്ത് പോലും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും
ഉറങ്ങുന്ന നേരത്തെ ഹബീബായ നബി തങ്ങൾ ഓതിയിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ തങ്ങൾക്ക് വേണ്ടി ഓതിക്കൊടുത്തിട്ടുമുണ്ട്. നമ്മളും മറക്കാണ്ടിരിക്കുക. ഉറങ്ങുന്ന സമയത്ത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് ഓരോന്നും 3 പ്രാവശ്യം ഓതുകയും ആയത്തുൽ കുർസി ഒരു തവണ, പിന്നെ സുബ്ഹാനല്ലാഹി 33, അൽഹംദുലില്ലാഹി 33, അല്ലാഹു അക്ബർ 34, പറ്റുമെങ്കിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഫഇന്നഹാ ബറാഅത്തും മിനശ്ശിർക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ കിടക്കുന്ന ദിക്ർ ചൊല്ലാൻ മറക്കല്ലേ. ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ. ആ ദിക്റുകൾ ഓരോന്നും ചൊല്ലിയാണ് കിടക്കുന്നതെങ്കിൽ, ഇത് ചൊല്ലുന്നതിനിടയിലാണ് ഉറങ്ങിപ്പോയതെങ്കിൽ നേരം പുലരുന്നവരെ ഓതിയ കൂലിയാണവർക്ക്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം 2 ദിക്റുകൾ കൂടെ പഠിക്കുക. ഒന്ന്, നബി തങ്ങൾ പറഞ്ഞു ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർള് വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ആ ദിക്ർ രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം ആരെങ്കിലും ഓതുകയാണെങ്കിൽ ലം യമസ്സുഹു സൂഉൻ ദാലികൽ യൗം, അന്ന് ആ മനുഷ്യന് ഒരു പ്രയാസവും ഉണ്ടാവുകയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുനൻ തുർമുദിയിൽ വന്ന വളരെ സ്വഹീഹായ ഹദീസാണിത്. ബിസ്മില്ലാഹില്ലദി ഓതിക്കോളൂ. ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. നമുക്കറിയുന്ന ദിക്റുകളാണ്, മറക്കാണ്ടിരിക്കുക. 3 തവണ മിനിമം രാവിലെ, 3 തവണ വൈകുന്നേരം. വേറെ ഒന്നുകൂടെ നബി തങ്ങൾ പറഞ്ഞു, പിശാചിൽ നിന്ന് കാവലാണിത്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. ഒന്നുകിൽ അങ്ങനെ അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഈ ദിക്റും നബി തങ്ങൾ ചൊല്ലാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ആരെങ്കിലും ചൊല്ലുകയാണെങ്കിൽ ആ ഒരു രാത്രിയിൽ ചൊല്ലുന്നവർക്ക് ആ രാത്രിയിൽ ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ല. ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റേതാണ് ഹദീസ്. സമിഅ്തു റസൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടു. തങ്ങൾ പറയുന്നു, മൻ ഖാല, ആരെങ്കിലും ഇങ്ങനെ ചൊല്ലിയാൽ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. നമ്മുടെ ഹദ്ദാദ് റാത്തീബ് ചൊല്ലുന്ന വീടുകൾ എത്ര മനോഹരമാണ്. ആ റാത്തീബ് എത്ര മനോഹരമാണ്. അതിലെ ദിക്റുകള്, ഹദീസിൽ വന്ന ദിക്റുകളെ മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ ക്രോഡീകരിച്ചതാണ് ഈ ഹദ്ദാദ് റാത്തീബ് എന്ന് പറയുന്നത്. മഹത്തുക്കളായ ആളുകൾ ചൊല്ലിപ്പോരുന്ന, ആചരിച്ചു പോരുന്നത്, നമ്മുടെ വീടുകളിൽ ചൊല്ലേണ്ടത്. അതിൽ ഒരു ബിദ്അത്തോ ഒരു കുഫറോ ഷിർക്കോ വരുന്നില്ല. ദിക്റുകളാണത്, ആലിമീങ്ങൾ പഠിപ്പിച്ചതാണത്. മുത്തുനബി തങ്ങളുടെ ഹദീസുകളിലൂടെ വന്ന ദിക്റുകളാണ് എല്ലാം. ഖാവലിൻ്റെ ദിക്റുകൾ, മനസ്സമാധാനത്തിൻ്റെ ദിക്റുകൾ, ചെറിയ കൊച്ചു കൊച്ചു കിതാബുകൾ കാണും ഹദ്ദാദ് റാത്തീബിൻ്റേത്. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ നമ്മുടെ നാടുകളിലൊക്കെ ജുമുഅത്ത് പള്ളികളിൽ, നമ്മുടെ നിസ്കാര പള്ളികളിൽ കൂട്ടമായി മഹല്ല് നിവാസികൾ ജമാഅത്തിന് ഇരിക്കുമ്പോൾ, അല്ല ഒന്നുകിൽ ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ബാങ്ക് ഇഖാമത്തിൻ്റെ ഇടയിൽ, എങ്ങനെയെല്ലാം സൗകര്യമുണ്ടോ അതിനിടയിലൊക്കെ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന വളരെ മനോഹരമായ അദ്കാറുകൾ അതിലുണ്ട്. ഈ ദിക്റും നബി തങ്ങൾ പറയുന്ന ദിക്റാണിത്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. ഈ ദിക്ർ ആരെങ്കിലും 3 തവണ 3 മർറാത്തിൻ ഫീ ലൈല, ഒരു രാത്രി ആരെങ്കിലും ഓതുകയാണെങ്കിൽ ലം യമസ്സഹു തിൽക്കൽ ലൈലത സൂഅ്, ആ രാത്രിയിൽ അവർക്ക് ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആള് മഹാനായ ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ തങ്ങളാണ്. ആ മഹാന് ഒരു രാത്രി ഒരു തേള് കുത്തുകയുണ്ടായി. അപ്പോൾ ആളുകൾ ചോദിച്ചു, അല്ല ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ, നിങ്ങളല്ലേ ആ ഹദീസ് പറഞ്ഞത് ഇത് ചൊല്ലുന്ന ആൾക്കൊരു ഉപദ്രവം ഉണ്ടാവുകയില്ലെന്ന്, എന്തേ പിന്നെ നിങ്ങളെ തേള് കുത്താൻ കാരണമെന്ന് ചോദിച്ചു. അതിന് മറുപടി കൊടുക്കുന്നു ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ എന്ന സ്വഹാബി. മഹാനായ സ്വഹാബി പറയുന്നു, വല്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മാ ഖുൽതുഹാ ഹാദിഹിൽ ലൈല, എനിക്ക് തേളുകിൻ്റെ കുത്തേറ്റ ആ ദിവസം ഞാനത് ഓതിയിട്ടില്ലായിരുന്നു. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, എനിക്കത് ഓർമ്മയുണ്ട്. ഞാനന്ന് ഓതാൻ വിട്ടുപോയ ദിവസമായിരുന്നു അത്. അത് ഓതുന്നവർക്ക് അല്ലാഹു കാവൽ നൽകുമെന്ന് നബി തങ്ങൾ പറഞ്ഞത് സത്യമാണ്, സത്യമാണ്. ഞാനത് ഓതാൻ വിട്ടുപോയതാണെന്ന് റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബി മഹാനായ
മഹാനായ ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻ, ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ദാക്കിരീങ്ങളാവുക, ദിക്ർ നമ്മുടെ നാവുകളിൽ എപ്പോഴും നിൽക്കട്ടെ. ഹബീബായ നബി തങ്ങളോടാണ് ചില ആളുകൾ, സ്വഹാബിമാ, ചില പ്രായമുള്ള ആള്, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ബുസ്ർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, ഇന്ന ശറായിഅൽ ഇസ്ലാമി ഖദ് കസുറ അലൈനാ ഖദ് കസുറത് അലൈനാ ഫഅഖ്ബിർനി ബിശൈഇൻ നതശബ്ബതു ബി. നബിയേ, ഒരുപാട് സൽക്കർമ്മങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. ഫർളായ നിസ്കാരവും ഫർളായ നോമ്പും സകാത്തും ഹജ്ജുമെല്ലാം കഴിഞ്ഞാൽ എനിക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞു തരൂ നബിയേ. ഒരുപാട് കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് കഴിയില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു ബുസ്ർ റളിയല്ലാഹു അൻഹു, പ്രായമായ വന്ന വയോധികനായ സ്വഹാബി വന്ന് പറഞ്ഞപ്പോഴാണ്, ലാ യസാലു ലിസാനുക റതുബൻ മിൻ ദിക്രില്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നു ബുസ്റേ, നിങ്ങളുടെ നാവ് ദിക്ർ കൊണ്ട് നനഞ്ഞതാവട്ടെ, എപ്പോഴും ദിക്ർ ചൊല്ലിയിരിക്കട്ടെ, എപ്പോഴും നാവിൽ ദിക്ർ ഉണ്ടാവട്ടെ എന്ന് നബിതങ്ങൾ അത് മറുപടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മുഅ്മിനേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആരെങ്കിലും ഫീ യൗമിൻ മിഅത മറ, ഒരു ദിവസം 100 തവണ ചൊല്ലുകയാണെങ്കിൽ വല്ല പ്രയാസവുമുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 100 പ്രാവശ്യം ചൊല്ലാൻ 7 മിനിറ്റ് മതി. ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 തവണ ചൊല്ലാൻ 7 മിനിറ്റ്, 8 മിനിറ്റ്, 9 മിനിറ്റ് മാക്സിമം, അത്രയേ വേണ്ടൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 100 തവണ ചൊല്ലാൻ മിനിമം അത്രയെങ്കിലും ചൊല്ലുക. ഇല്ലെങ്കിൽ മുഴുവനായി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നാരെങ്കിലും ചൊല്ലിയാൽ കുതിബത് ലഹു മിഅതു ഹസന. എത്ര മനോഹരമായ ഹദീസാണത്. 100 നന്മകൾ അല്ലാഹു രേഖപ്പെടുത്തി. നമുക്ക് 100 എണ്ണം ഒരു ദിവസം ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. 100 നന്മകൾ. ഈ ദിക്ർ 100 തവണ അടുക്കളയിലിരിക്കുന്ന സഹോദരിമാരെ നിങ്ങൾക്ക് ചൊല്ലാം. മക്കളെ സ്കൂളിൽ വിടുമ്പോൾ സ്കൂൾ ബസ്സിനെ കാത്തു നിൽക്കുകയാണ്, നിങ്ങൾക്ക് ചൊല്ലാം. നിങ്ങൾ നടക്കുകയാണ്, നിങ്ങൾക്ക് ചൊല്ലാം. കിച്ചണിൽ കുക്ക് ചെയ്യുകയാണ്, നിങ്ങൾക്ക് ചൊല്ലാം. നമ്മൾ ഓരോരുത്തർക്കും യാത്രയിലും വാഹനത്തിലും ഇരിക്കുമ്പോഴും ഓഫീസിലും ഇരുന്ന് ചൊല്ലിക്കൂടെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 100 നന്മകൾ അല്ലാഹു രേഖപ്പെടുത്തുകയും വമുഹയ്യത അൻഹു മിഅതു സയ്യിഅ, 100 ചെറുദോഷങ്ങൾ അല്ലാഹു മായ്ച്ചു കളയുകയും വകാനത ലഹു അദ്ലു 10 റിഖാബിൻ മിൻ വൽദി ഇസ്മാഈൽ, ഇസ്മാഈൽ നബി ഇസ്ലാമിന്റെ വംശപരമ്പരയിൽ അടിമകളായി വരുന്ന 100 പേരെ അടിമമോചനം ചെയ്തതിന്റെ കൂലിയും വകാനത ലഹു ഹിർസൻ മിനശ് ശൈത്വാനി യൗമഹു ദാലിക ഹത്താ യുംസിയ. രാവിലെയാണ് ചൊല്ലുന്നതെങ്കിൽ വൈകുന്നേരം വരെ ഒരു പിശാചിന്റെ ഉപദ്രവവും ഒരു സിഹറോ പ്രയാസമോ ഇത് പതിവാക്കുന്നവർക്കില്ല. വലം യഅതി അഹദുൻ യൗമൽ ഖിയാമ ബിഅഫ്ളല മിമ്മാ ജാഅ ബി ഇല്ലാ അഹദുൻ അമില ബിഅമലിഹി ഔ സാദ അലൈഹി. നാളെ ഖിയാമത്ത് നാളിലേക്ക് വരുമ്പോൾ ഇയാളെപ്പോലെ നന്മ ചെയ്ത വേറെ ഒരാളുണ്ടാവില്ല. ഇയാളെക്കാളും കൂടുതൽ ചെയ്ത ഒരാളൊഴികെ. ഇയാൾ 100 ചൊല്ലിയിട്ടുള്ളൂ, അത്രത്തോളം മഹത്വം മറ്റൊന്നിനുമില്ല. പക്ഷേ ഈ ദിക്ർ 101, 200, 500 ചൊല്ലിയവർ അവർക്ക് ഇയാളെക്കാളും സ്ഥാനമുണ്ടാകും എന്നല്ലാതെ ഇയാൾ ഈ ചൊല്ലുന്ന 100 തന്നെ ധാരാളം ഒരുപാട് പുണ്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് കാവൽ നൽകട്ടെ. പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹു നമുക്ക് മോചനം നൽകട്ടെ. സിഹ്റിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ, ആദ്യമായി പറയട്ടെ, ആരാണോ അത് ചെയ്യുന്നത് അല്ലാഹുലേക്ക് തൗബ ചെയ്ത് കരഞ്ഞ് 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 തൗബ ചെയ്ത് ആർക്കെതിരാണോ നിങ്ങളൊക്കെ ചെയ്തത് അവരോട് ചെയ്ത് പൊരുത്തപ്പെടിച്ചോളൂ. അല്ലാഹു അല്ലാതെ പൊരുത്തപ്പെടില്ല. ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കുന്ന പരിപാടിയാണത്. എത്രയോ ആളുകൾക്ക് നിസ്സാരമാണത്. നിസ്സാരമായ വിഷയം 100 രൂപ ചെലവ് ചെയ്തിട്ട് എത്രയോ ആളുകളുടെ ജോലിയും അവരുടെ കച്ചവടവും നഷ്ടം വരുത്തുകയും എത്രയോ അപകടങ്ങൾ ഉണ്ടാക്കുകയും വിവാഹിതരാകാൻ പോകുന്ന മക്കളുടെ വിവാഹം മുടക്കാനടക്കം, രോഗികളാക്കി കിടത്താനടക്കം സംഘടനാ വൈരാഗ്യങ്ങൾക്ക് ചെയ്യുന്ന ആളുകൾ വേറെ. സ്വന്തം പാർട്ടിയിൽപ്പെടാത്തവനാണ് എന്നതിൻ്റെ പേരിൽ വൈരാഗ്യം തീർക്കാൻ വേണ്ടി, മൂലക്ക് കിടത്താൻ വേണ്ടി എത്രയെത്ര ഉപദ്രവങ്ങൾ. ഇതൊന്നും ഒരാൾക്കും ഒരു നിലക്കും ന്യായീകരിക്കാൻ പാടുള്ളതല്ല. ശറഇൽ ഹബീബ്
ഹബീബായ നബി തങ്ങൾ പച്ചയായ ഹറാമാണെന്ന് പറഞ്ഞത്. പിശാചുക്കളുടെ സഹായമില്ലാതെ ഒരിക്കലും ചെയ്യാൻ കഴിയാത്തത്, പിശാചുക്കളെ ആരാധിക്കുന്നവർക്ക് അത് ചെയ്യാൻ കഴിയൂ. അത്തരം സംഘടനകളുണ്ട്, നമ്മൾ ആലോചിച്ചോളൂ. അത്തരം കൂട്ടുകെട്ടുകളുണ്ടാകാം, അത്തരം ചുറ്റുപാടുകളുണ്ടാകാം, അത്തരം ഏരിയകളുണ്ടാകാം, വ്യക്തികളുണ്ടാകാം. അകന്നു നിൽക്കുക. അള്ളാഹുവിനെ വിചാരിച്ച് ബന്ധം വിച്ഛേദിച്ചോളൂ. എങ്ങനെയെങ്കിലും ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്ത് മടങ്ങുക, അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങിക്കോളൂ. ഒരിക്കലും അങ്ങനെ ചെയ്യല്ലേ. അത് ആർക്കെതിരെ ചെയ്തുവോ അവരോട് ചെന്ന് പൊരുത്തപ്പെടിച്ചോളൂ. അള്ളാഹു ചാലനം തെറ്റ് സംഭവിച്ചവർക്ക് അള്ളാഹു മാപ്പ് തരട്ടെ. നമ്മൾ ഓരോരുത്തരുടെയും തെറ്റുകൾ അള്ളാഹു മാപ്പാക്കി തരട്ടെ. പിശാചുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് കാവല് നൽകട്ടെ. ദുന്യാവിൽ ഒരു മനുഷ്യൻ മരിച്ചു പോകുന്നവരെ ഒരു മനുഷ്യനെ പഴപ്പിക്കുവാൻ പിശാച് കൂടെയുണ്ട്. മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ പിശാച് അവൻ്റെ ആളുകളോട് പറയുമത്രേ, പിശാചുക്കളെ നോക്കിക്കോളൂ, ഇയാൾ മരിക്കാൻ പോവുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയാതെ മറ്റെന്തെങ്കിലും ഇയാളെ കൊണ്ട് പറയിപ്പിച്ചോളൂ. ഇയാളെങ്ങാനും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ പിന്നെ ഇയാളെ കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന 18 അടവും പയറ്റിക്കോളൂ, ഈ മനുഷ്യനെ കലിമ ചൊല്ലാതെ മരിപ്പിക്കാൻ നോക്കിക്കോളൂവെന്ന് മരണസമയത്ത് പിശാച് പരിശ്രമിക്കുന്നുവെന്ന് മഹാനായ റസൂലുള്ളാഹി ഞങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിബത്ത് നന്നാക്കി തരട്ടെ. അവൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് ദുന്യാവിൽ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു തആല സജ്ജനങ്ങളുടെ കൂടെ സ്വാലിഹീങ്ങളുടെ കൂടെ സ്വർഗ്ഗലോകത്തേക്ക് അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.